കേരളം ജില്ലാ കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച പ്രഹരങ്ങൾക്ക് പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി പരമാവധി പോയാൽ 100 നാൾ മാത്രമാണ് ബാക്കിയ. രാഷ്ട്രീയ പാർട്ടികൾക്ക്, മുന്നണികൾക്ക് അക്ഷരാർത്ഥത്തിൽ ഡു ഓർ ഡൈ. ആർക്കും ഒരു തോൽവി അചിന്ത്യമാണ്. അടിത്തറ ശക്തമാക്കൽ, ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ കണ്ടെത്തൽ, അമർഷങ്ങൾ ഒഴിവാക്കൽ തുടങ്ങി കഠിനാധ്വാന കാലം. ആ പ്രവർത്തനങ്ങൾക്ക് സമാന്തരമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിന് അജണ്ടാ വിഷയങ്ങൾ അണിയറയിൽ പണിഞ്ഞെടുക്കലാണ്. ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയനാട്ടിൽ കോൺഗ്രസിന്റെ ഒരു നിർണായക ലീഡർഷിപ്പ് സമ്മിറ്റ് ലക്ഷ്യ 2026 തുടങ്ങി അന്ന് രാവിലെയാണ് പുനർജനിയിൽ സർക്കാർ ലോക്കറിൽ നിന്നൊരു സെലക്ടീവ് ലീക്കേജ് CBI അന്വേഷണം വേണമെന്ന വിജിലൻസിന്റെ ശുപാർശയാണ്. അന്ന് തുടങ്ങിയ രേഖാചോർച്ച ഇന്നലെയും ലീക്കാക്കി. ഇന്നും ഒരു പേപ്പർ പൊട്ടിവീണതാണ്. ഓരോ ദിവസം ഓരോ ഔൺസ് എന്ന മട്ടിൽ ആ പദ്ധതിയിലെ സംശയങ്ങളുടെ ക്ലൗഡിൽ ഒരു സജീവ ചർച്ചയിൽ നിർത്തലാണ് സർക്കാർ. ആ സർക്കാരിന് അഴിമതി വിരുദ്ധ ഏജൻസി കഴിഞ്ഞ ആഴ്ച കൊടുത്തതല്ല, കഴിഞ്ഞ മാസവും കൊടുത്തതല്ല, കൊടുത്തൊരു വർഷം ഒന്നായി. ആ കറപ്ഷൻ കണ്ടുപിടിക്കാനുള്ള വല്ലാത്ത ശുഷ്കാന്തിയാണെങ്കിൽ കൊടുത്ത റിപ്പോർട്ട് ഒറ്റ വർഷം ആഭ്യന്തരം ഉപ്പിലിട്ട് വെക്കലാണോ പരിഹാരം? ഒന്നാം തരം രാഷ്ട്രീയ ദുഷ്ടലാക്കുന്ന ആരോപിക്കുന്നുണ്ട് പ്രതിപക്ഷം. ആരോപണം എന്തായാലും ആദ്യം വന്ന ബോംബിനെ വെള്ളമൊഴിച്ച് ഡിഫ്യൂസ് ആക്കിയത് അതേ ഏജൻസിയാണ്. വെച്ച വീടുകളുടെ കണക്ക് പുറത്തുവിട് സതീശ എന്ന ഡിവൈഎഫ്ഐ നറേറ്റീവിന്റെ പോലും വായടപ്പിച്ച് കൂമ്പടച്ചാണ് സ്പീക്കർ കൊടുത്ത റിപ്പോർട്ട്. അഴിമതി നിരോധന നിയമപ്രകാരം LOP അപരാധിയല്ല എന്ന് പറഞ്ഞത് KPCC അല്ല, സർക്കാരിന്റെ അഴിമതി വിരുദ്ധ ഏജൻസി. പലയാവർത്തി അന്വേഷണത്തിൽ ഒറ്റ FIR അല്ലാതെ ഒരു ചുക്കും കണ്ടെത്താത്ത ആ കണ്ടെത്തലിനപ്പുറം CBIക്ക് ഒരു പരവതാനിയാണ് നയമെങ്കിൽ ഈ അന്വേഷണ ഏജൻസികൾ ഒട്ടാകെ കേന്ദ്ര സർക്കാരിന്റെ നായാട്ടായുധങ്ങൾ എന്ന രാഷ്ട്രീയ നിലപാട് പുഴുങ്ങി വിഴുങ്ങിയോ? ഇതുവരെ നാട് കാണാത്തൊരു ക്ഷേത്രക്കൊള്ളയിൽ CBI വേണ്ടെന്ന് പറയുന്നവർക്ക് ഇതിൽ മാത്രം എന്താ ഒരു കേന്ദ്ര ബ്യൂറോ പ്രണയം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പൊട്ടെന്ന് വെച്ചാലും ലൈഫ് മിഷനിൽ CBI വേണ്ട എന്ന് കാശുമുടക്കി കോടതിയിൽ ആണയിട്ട് വാദിക്കുന്ന സർക്കാർ സ്വന്തം പൃഷ്ഠത്തിന് വെക്കുന്ന വെടിയാണ് ആ പരവതാനി വിരിക്കൽ രാഷ്ട്രീയ ഗൂഗിളി. ഏതോ ഒരു പാരടിപ്പാട്ടിൽ 1000 ഗുരുക്കൾ ഒരുമിച്ച് പൊട്ടിയ മാരക വകുപ്പുകളിൽ കേസെടുക്കാൻ പറയുന്ന ഒരുത്തൻ ജാമ്യം കിട്ടുന്ന വകുപ്പിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ലോക്കൽ നേതാവിനെ വീട്ടിൽ പോയി തൂക്കി ഡ്രാമ ഇറക്കി ഫേമസ് ആക്കാൻ തിട്ടൂരം ഇറക്കുന്നയാൾ, ഇപ്പോൾ ഈ VD വിരുദ്ധ പേപ്പർ ലീക്കേജിന് നേതൃത്വം നൽകുന്നയാൾ ഒന്നുകിൽ ഒരു രാഷ്ട്രീയ മണ്ടനാണ്, അല്ലെങ്കിൽ VD സതീശന്റെ കട്ട ചങ്കാണ്. ആരായാലും അയാൾ ഈ സർക്കാരിന്റെ പ്രതിച്ഛായ അന്തകൻ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ VP മുസ്തഫ, ഡോക്ടർ അബിൻ വർക്കീസ്, റെജി ലൂക്കോസ്, N ശ്രീകുമാർ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ മുസ്തഫയിലേക്ക്. ശ്രീ VP മുസ്തഫ, ഈ ശബരിമല ക്ഷേത്രങ്ങളിലടക്കം പ്രതിപക്ഷം സജീവ ചർച്ചയാക്കുന്നത് അന്വേഷണം നടക്കാനുള്ള ആത്മാർത്ഥം കൊണ്ടൊന്നുമല്ല, ഇലക്ഷൻ രാഷ്ട്രീയം തന്നെയാണ്. അതുപോലെ ഒരു അജണ്ട സെറ്റ് ചെയ്യൽ, അതിൻ്റെ ധാർമ്മികതയ്ക്കൊക്കെ അപ്പുറം ഒരു രാഷ്ട്രീയ നീക്കമാണ്. ആ രാഷ്ട്രീയ നീക്കം എല്ലാവരും ചെയ്യുന്നതാണ്. ആ നീക്കം എന്നതിനപ്പുറം ഈ 3 ദിവസമായി പുറത്തുവിടുന്ന ഈ പറഞ്ഞ പേപ്പർ ലീക്കേജിന് അന്വേഷണം ശരിക്കും നടക്കണം എന്ന ആത്മാർത്ഥത സത്യത്തിലുണ്ടോ ശ്രീ മുസ്തഫ? ഇവിടെ താങ്കൾ നടത്തിയ ഇൻട്രോ മുഴുവൻ ഈ ഗവൺമെൻറ് അതിലെ ചില സൂചനകൾ അനുസരിച്ചാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തലവൻ എന്തോ ചില കേസുണ്ടാക്കി സ്വയമേവ അദ്ദേഹത്തിൻ്റെ അന്വേഷണ ഏജൻസികളെ കൊണ്ട് പ്രതിപക്ഷ നേതാവിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും എന്തോ ഉണ്ടയില്ല വെടി, താങ്കൾ സൂചിപ്പിച്ച ഒരു ഡാഷിലേക്ക് ആ വെടി വെപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണോ? താങ്കൾ ആ രീതിയിലാണ് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യവുമില്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴേ ഇതെല്ലാം എടുക്കാം, എങ്ങനെയെല്ലാം എടുക്കാം. ഇടതുപക്ഷം അങ്ങനെ ഒരു സമീപനമേ എടുത്തിട്ടില്ല. അതൊക്കെ നമ്മുടെ മുൻ അനുഭവങ്ങൾ ഉണ്ടല്ലോ. ചില അനുഭവങ്ങൾ താങ്കൾ പറഞ്ഞപ്പോൾ താങ്കൾക്ക് സൂചിപ്പിക്കാൻ കഴിയേണ്ടതായിരുന്നു. ഇങ്ങനെയൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭങ്ങളിൽ അന്വേഷണ ഏജൻസികളെ അതിസങ്കുചിതമായ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്ന പാരമ്പര്യം കോൺഗ്രസിനും BJPക്കുമാണ് ഉള്ളത്. ഇപ്പോൾ താങ്കൾ ചില ദുസൂചനകൾ നൽകിയ ഇന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ 2006 അന്നത്തെ UDF ഗവൺമെന്റ് ചെയ്തത് എന്താ? 2006 മാർച്ച് 1 ആ വർഷത്തെ ആ സന്ദർഭത്തിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നോട്ടിഫിക്കേഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിക്കുന്നു. അന്ന് തന്നെ ചേർന്ന ശ്രീ ഉമ്മൻചാണ്ടി അധ്യക്ഷത വഹിച്ച മന്ത്രിസഭാ യോഗം പിണറായി വിജയനെതിരെയുള്ള ഒരു കേസ് CBIക്ക് വിടാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇത് രണ്ടും ഒരേ ദിവസം കേരളത്തിൽ വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും പിണറായിക്കെതിരെയുള്ള കേസ് CBIക്ക് വിടലും. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയ വഴക്ക് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ശ്രീ VD സതീശന്റെ മണ്ഡലമായ പരവൂരിനടുത്ത് താമസിക്കുന്ന ജെയ്സൺ പാനിക്കുളങ്ങര, അദ്ദേഹത്തിന് ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ഒരു താല്പര്യവുമില്ല. അങ്ങനെ ഒരാൾ ഒരു കേസുമായിട്ട് 3-4 വർഷമായിട്ട് നടക്കുകയാണ്. ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ CBIയെ എന്തോ ഞങ്ങള് പരവതാനി വിരിച്ചു കൊണ്ടുവരുന്നു ആണോ? ജെയ്സൺ പാനിക്കുളങ്ങര പരാതി തന്നെ ആർക്കാ ആദ്യം കൊടുത്തത്? ഹാഷ്മി, താങ്കൾ ഈ കേസിന്റെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടാവല്ലോ. 2020 ജെയ്സൺ പാനിക്കുളങ്ങര പരാതി കൊടുത്തത് തന്നെ CBIക്കാണ്. എന്നിട്ട് എന്തായി? അദ്ദേഹം കൊടുത്തത് EDക്കാണ്. കേരളത്തിലെ ഒരു ഏജൻസിക്കും ജെയ്സന്റെ പരാതി വന്നിട്ടില്ല. ഇവിടുത്തെ DGPക്ക് കൊടുത്തിട്ടില്ല, ഇവിടുത്തെ വിജിലൻസിന് കൊടുത്തിട്ടില്ല, എവിടെയും കൊടുത്തിട്ടില്ല.
പരാതി മുഴുവൻ കൊടുത്തത് അവിടെയാണ്. അവരാണ് ആ പരാതി സെൻട്രൽ വിജിലൻസിന് കൈമാറുന്നത്. സെൻട്രൽ വിജിലൻസ് ആണ് അതിനെക്കുറിച്ചിട്ടുള്ള പിന്നെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സ്റ്റേറ്റ് വിജിലൻസിനോട് ആവശ്യപ്പെടുന്നത്. താങ്കൾ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സങ്കുചിത രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു അജണ്ട സെറ്റ് ചെയ്യാനാണെങ്കിൽ ഇടതുപക്ഷമാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കേണ്ടത്. മുസ്തഫ, ഞാൻ മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും തരത്തിൽ ദുഷ്ടലാക്കോ ദുരുദ്ദേശമോ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങേക്ക് അത് അങ്ങനെ തോന്നി എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞ എന്താണ്, ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ഒരു പാരടിപ്പാട്ടുണ്ടാവുന്നു. ആ പാരടിപ്പാട്ടെന്ന് പറഞ്ഞാൽ കേട്ട് ചിരിച്ചു തരേണ്ട ഒരു പാരടിപ്പാട്ടിൽ ഈ പറയുന്ന ലോകം കേൾക്കാത്ത മാരകമായ വകുപ്പിട്ട് കേസെടുക്കാൻ ഉള്ള നിർദ്ദേശം ഉണ്ടാവുന്നു. അല്ലെങ്കിൽ പോലീസ് അതിന് പെരുമാറില്ല. ഒന്ന്. രണ്ട്, ഈ പറയുന്ന ഒരേ ചിത്രം കേസെടുക്കേണ്ട സംഭവമാണ്, മര്യാദയുടെ ഒരു തർക്കമില്ല. അതിന് രാവിലെ പോയി ഒരു നേതാവിന് വീട്ടിൽ അറസ്റ്റ് ചെയ്ത് വലിയ ഫേമസ് ആയി കൊണ്ടുവരുന്നു. മൂന്ന്, തെരഞ്ഞെടുപ്പിന്റെ ഒരു മാസം മാത്രം ബാക്കി നിൽക്കുക ഈ പേപ്പർ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായി പുറത്തുവിടുന്നു. ഇത് തീരുമാനിക്കുന്നത് രാഷ്ട്രീയ ബുദ്ധിയല്ല എന്ന് ഞാൻ പറഞ്ഞേ. അത് മുഖ്യമന്ത്രിയാണെന്ന് ഞാൻ പറഞ്ഞേയില്ല. മുഖ്യമന്ത്രി ചെയ്യേയില്ല. മുഖ്യമന്ത്രിക്ക് അത്ര രാഷ്ട്രീയ ബോധ്യം ഇല്ലാത്ത ആളാണെന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീ മുസ്തഫ, ഞങ്ങളും പറയുന്നത് ഹാഷ്മി പറഞ്ഞതിന്റെ അടുത്താണ് ഞാനും നിൽക്കുന്നത്. കാരണം എന്താ, നിങ്ങൾ ആദ്യം പറഞ്ഞ പാരഡി പാട്ടിലെ കേസ്, അങ്ങനെ കേസെടുത്ത് എന്ന് വന്ന വിവരം കിട്ടിയപ്പോൾ തന്നെ ഇടപെടേണ്ട ഭരണ നേതൃത്വം ഇടപെട്ടു, ആ കേസ് റദ്ദയിപ്പിച്ചു. അപ്പോ എവിടെയെങ്കിലും ഭരണനിർവഹണത്തിൽ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ശരിയല്ലാത്തൊരു സമീപനം ഉണ്ടായാൽ ഈ പറഞ്ഞതുപോലെ ഒരു പാരഡി പാട്ടൊന്നും കേസാക്കേണ്ട വസ്തുതയല്ല, ഇടപെട്ടു. അത് വസ്തുതാപരമായിട്ട് അങ്ങനെ തന്നെ പിന്നെ ആ കേസ് റദ്ദ് ചെയ്തു. അതിന്റെ ഒരു നടപടിയും ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല. ആ കേസ് എടുപ്പിച്ചവരെ കൊണ്ട് തന്നെ റദ്ദയിപ്പിച്ചു. എന്നാൽ രണ്ടാമത്തെ വിഷയം നമുക്ക് അങ്ങനെ വിടാൻ വേണ്ടി കഴിയുന്നതാണോ? താങ്കൾ ഈ സൂചിപ്പിച്ച KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുബ്രഹ്മണ്യൻ ചെയ്ത ഏർപ്പാട്, അങ്ങനെയൊക്കെ ഫോട്ടോകൾ മോർഫ് ചെയ്തത് എന്തുമാത്രം വികൃതമാക്കുന്നുണ്ട്. നമ്മളിപ്പോ അതിജീവിതമാരുടെ പരാതികളെ കുറിച്ച് പറയാറുണ്ടല്ലോ. അവരെല്ലാം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളിൽ ഒന്നെന്താ, ഇങ്ങനെ മോർഫ് ചെയ്ത് ഉപയോഗിക്കുന്ന ശീലത്തെ കുറിച്ചിട്ടല്ലേ. നമ്മളത് നേരത്തെ ശ്രീ EP ജയരാജന്റെ ഫോട്ടോ മോർഫ് ചെയ്തിട്ട് ഉപയോഗപ്പെടുത്തിയത് ശ്രീ മുഹമ്മദ് റിയാസിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഫോട്ടോ, ഗ്രൂപ്പ് ഫോട്ടോ മോർഫ് ചെയ്തത് നമ്മൾ കണ്ടതല്ലേ. അതെല്ലാം ഷെയർ ചെയ്യുന്നത് ആരാ? ഏതെങ്കിലും ഊക്കിളി ആളുകളല്ലല്ലോ. അന്നത് ഷെയർ ചെയ്ത് ബിന്ദു കൃഷ്ണയെ പോലെയുള്ള മഹിളാ കോൺഗ്രസിന്റെ അന്നത്തെ പ്രസിഡന്റ്, അതുപോലെയുള്ള പ്രമുഖർ. ഇപ്പോഴും ചെയ്യുന്നതോ KPCCയുടെ ജനറൽ സെക്രട്ടറിയെ പോലുള്ള ആളുകൾ. നമ്മുടെ താഴെ നിലവാരത്തിൽ ഏതെങ്കിലും അനുഭാവികളൊക്കെ ഏതെങ്കിലും പാർട്ടിയുടെ ആളുകൾ ചെയ്യുന്നതിനെ നമുക്ക് അവഗണിച്ചു വിടാം. പക്ഷെ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള സമൂഹത്തെ നയിക്കേണ്ട ഇത്തരം പ്രാമാണികരായ രാഷ്ട്രീയ നേതാക്കൾ തന്നെ ഇങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് ശരിയാണോ? അതുകൊണ്ടാണ് അതിനകത്തെ കേസ് വരുന്നത്. പക്ഷേ ഒന്നാമത്തെ കാര്യം സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന ഒരു വകുപ്പ്. രണ്ടാമത്തെ കാര്യം സുബ്രഹ്മണ്യെ വിളിച്ചു വരുത്തി നോട്ടീസ് കൊടുത്ത് വിടലാണ്. അതിനുവേണ്ടി രാവിലെ വീട്ടിൽ പോയി അയാൾക്ക് അരമണിക്കൂർ സമയം കൊടുത്ത് തൂക്കിയെടുത്ത് വണ്ടിക്കകത്തൊരു എന്തിനാ ഡ്രാമ ഉണ്ടാക്കുന്ന കാര്യം എന്താണ്? നോട്ടീസ് കൊടുക്കാനാണ് വീട്ടിൽ പോയി നോട്ടീസ് കൊടുത്താൽ പോരെ? വെറുതെ അനാവശ്യമായി അയാളെ ഹീറോ ആക്കൽ എന്നതിനപ്പുറം അതിൽ വലിയ കഥയുണ്ടായോ? പോലീസ് ലിപ്പിനാവലല്ലാതെ. മുസ്തഫ, അതിലൊക്കെ കാണേണ്ടതെന്ന് പറഞ്ഞാൽ ചിലപ്പോ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇതിനകത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊന്നും മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ കഴിയാത്തതിന്റെ പ്രശ്നം കൂടി ഉണ്ടാവല്ലോ. നമ്മളെല്ലാം ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു നെഗറ്റീവ്, എനിക്ക് ഗുളിക എടുക്കാൻ അനുവദിച്ചില്ല, എന്നെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അനുവദിച്ചില്ല. എന്നാൽ ആ വീഡിയോയിലൊക്കെ വേറെ തരത്തിൽ കാണുന്നത് എന്താ, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇരുന്ന് സംസാരിക്കുന്നു, അവരുടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് സംസാരിക്കുന്നു, എന്നിട്ട് പതിയെ ഇറങ്ങിപ്പോവുകയാണ്. അല്ലാതെ വലിച്ചെറച്ച് കൊണ്ടുപോവുകയോ വലിയ ബലപ്രയോഗം നടത്തിയിട്ട് കൊണ്ടുപോവുകയോ ഒന്നും അല്ലല്ലോ. അപ്പൊ അതൊക്കെ നിൽക്കട്ടെ, അതും അങ്ങനെ വേണോ എന്നുള്ളത് ഹാഷ്മിയുടെ ചോദ്യം ന്യായമാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയാണ്. മൂന്നാമത്തെ വിഷയം ഞാനിപ്പോൾ പറഞ്ഞു, നിങ്ങളിപ്പോൾ എടുത്ത ഈ പിന്നെ VD സതീശനെതിരായിട്ട് വന്നിട്ടുള്ള കേസിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇതിലെവിടെയാണ് ഈ ഗവൺമെന്റ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്? ഈ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്? എല്ലാം ചെയ്യുന്നത് ജെയ്സൺ പാനിക്കുളങ്ങര. അദ്ദേഹം തുടർച്ചയായിട്ട് ഈ കേസുകളുടെ പുറകെ പോകുന്നു. കഴിഞ്ഞ 4 വർഷമായി അദ്ദേഹം നടത്തുകയാണ്. അതിന്റെ പുറകെ പോയി RTI പ്രകാരം വിവരങ്ങൾ ശേഖരിക്കുന്നു, അത് വെച്ച് CBIക്ക് കൊടുക്കുന്നു, അത് വെച്ച് EDക്ക് കൊടുക്കുന്നു, സെൻട്രൽ വിജിലൻസിന് കൊടുക്കുന്നു. അവരാണ് സ്റ്റേറ്റ് വിജിലൻസിനോട് ആവശ്യപ്പെടുന്നത്. ഒരു വർഷം മുമ്പ് സർക്കാരിന്റെ കയ്യിൽ കിട്ടുകയും സർക്കാർ ആത്മാർത്ഥമായി നടപടി എടുക്കാതിരിക്കുകയും തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഓരോ ദിവസം ഓരോ പേപ്പർ നോട്ടിൽ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. അതാണ് രാഷ്ട്രീയം. ഞാൻ പറയുന്നത് അത് രാഷ്ട്രീയ സ്ട്രാറ്റജി ആണെങ്കിൽ അജണ്ടയാണെങ്കിൽ അജണ്ടയാണ്. അതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല. ഞാൻ എത്താം മുസ്തഫ. ഷബിൻ വർക്കി, ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ ഓരോ രേഖകളെ പുറത്തുവിട്ട് ഒടുവിൽ CBI അന്വേഷണത്തിന് നോട്ടിഫിക്കേഷൻ ഇറക്കുമെന്ന് തന്നെയാണ് നിങ്ങളും ചെയ്തിട്ടുണ്ട്. നേരത്തെ മുസ്തഫ പറഞ്ഞ പോലെ. ഹാഷ്മി അതും ഞങ്ങളുടെ ഏർപ്പാടല്ല. ഹാഷ്മിക്ക് അറിയാലോ,
കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിങ്ങൾക്കെല്ലാം തന്ന ലീക്കേജുകൾ. അതുപോലെ ഒന്ന് അന്വേഷിച്ചു മുസ്തഫ, ഇപ്പോ ഓരോ ദിവസം എന്നോണം ഈ പേപ്പറിന്റെ ഓരോരോ തുണ്ടുകൾ പുറത്തേക്ക് വരുന്നത് ഏത് വഴിക്കൂടാണെന്ന് അങ്ങേക്ക് അന്വേഷിച്ചാൽ വളരെ പെട്ടെന്ന് കിട്ടും. വലിയ പുകിലുകൾ നിങ്ങൾക്കാണ് ആ പാരമ്പര്യമുള്ളത്. അതാ പറയുന്നത്, വളരെ പെട്ടെന്ന് കിട്ടും. ഈ പറയുന്ന ഓരോ ദിവസം ഓരോരോ തുണ്ടുകളായ പേപ്പർ പുറത്തേക്ക് വരുന്നത് ഏത് സോഴ്സിൽ നിന്നാണ് എന്ന് അങ്ങേക്ക് അന്വേഷിച്ചാൽ വളരെ പെട്ടെന്ന് കിട്ടും മുസ്തഫ. ശരി, അബിൻ വർക്കി, ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ പുറത്തോട്ടൊടുവിൽ CBI അന്വേഷണത്തിന് നോട്ടിഫിക്കേഷൻ തന്നെയാണ്. അതും ഇടതുപക്ഷത്തിന്റെ പാരമ്പര്യമല്ല. അതൊക്കെ ആരാണെന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ. ശരി, ശ്രീ മുസ്തഫ പറയുന്നുണ്ട്, നിങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിന് മുൻപാണ് ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ CBIക്ക് എറിഞ്ഞു കൊടുക്കൽ വിജ്ഞാപനം. ആരും മോശമാണോ അബിൻ? അബിൻ കേൾക്കാവോ? ഞാൻ ചോദിച്ചത്, നേരത്തെ ശ്രീ മുസ്തഫ പറയായിരുന്നു, ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് CBI വിജ്ഞാപനം ഇറക്കി രാഷ്ട്രീയ നേതാക്കളെ ഒതുക്കാനുള്ള നീക്കം നിങ്ങൾ നടത്തിയിട്ടുണ്ട് പിണറായി വിജയനെതിരെ രാവിലെ. അപ്പോൾ ആരും മോശമല്ലെന്ന് ഞാൻ പറയായിരുന്നു. അല്ല ഹാഷ്മി, ഈ വിഷയം പുനർജനി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഏതായാലും ഇടതുപക്ഷം ശ്രീ VD സതീശൻ കുറ്റക്കാരനാണ് എന്ന് ഏതായാലും പറയുന്നില്ലല്ലോ. അത് ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്റ്റാൻഡ്. കാരണം എന്താണ്, ഇത് ഒന്നാമതായി ഇത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ പോയൊരു കേസാണ്. സിംഗിൾ ബെഞ്ച് കേക്ക് പോലും ചെയ്യാതെ തള്ളിയ കേസാണ്. രണ്ടാമതായി ഇത് ഡിവിഷൻ ബെഞ്ചിൽ പോയ ഒരു കേസാണ്. ഡിവിഷൻ ബെഞ്ചും ഇത് തള്ളിയ ഒരു കേസാണ്. മൂന്നാമതായിട്ടാണ് ഇത് വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിന് വരുന്നത്. അത് ശ്രീ ജെയിംസ് മാത്യു അത് നിയമസഭയിൽ ഉന്നയിക്കുകയും നിയമസഭയിൽ വെച്ച് തന്നെ ശ്രീ VD സതീശൻ എനിക്കെതിരെ നിങ്ങൾ അന്വേഷണം നടത്തണം എന്ന് പറയുകയുണ്ടായി. ആ അന്വേഷണവും അവസാനിപ്പിച്ചു. പിന്നീട് ഒരു വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടി ഒരു പരാതി എഴുതി മേടിച്ച് വീണ്ടും വിജിലൻസ് അന്വേഷണത്തിന് കൊടുക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ ആകെത്തുക എന്താണ്? ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ അവസാനമായി കൊടുത്ത വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത് ശ്രീ VD സതീശനെതിരെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ പറ്റുന്ന യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളോ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് യാതൊന്നും ഇല്ല എന്ന് വളരെ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്തവണ്ണം വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനു മുമ്പ് വന്ന റിപ്പോർട്ടുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ട് എന്താണ് കാര്യം? അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഏറ്റവും അവസാനം വന്ന വിജിലൻസ് റിപ്പോർട്ട് എന്താണ്? ശ്രീ VD സതീശന് ഇതുമായി യാതൊരു ബന്ധവുമില്ല, അക്കൗണ്ടിൽ ഒരു പൈസ പോലും വന്നിട്ടില്ല, അഴിമതി നിരോധന പ്രകാരം കേസെടുക്കാനുള്ള വകുപ്പില്ല. ഇതാണ് ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട്. ഇപ്പോൾ വിജിലൻസുമായി ബന്ധപ്പെട്ട് ഇത്രയും നല്ലൊരു റിപ്പോർട്ട് വന്നിട്ട് അതിന് മുമ്പേ ഉണ്ടായ റിപ്പോർട്ടുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് വെറുതെ സമയം കളഞ്ഞിട്ട് എന്താണ് കാര്യം? അതുമാത്രമല്ല, പുനർജനി പദ്ധതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നിങ്ങൾ പറവൂരിൽ വന്ന് അന്വേഷിക്കണം. ഇത് ആർക്കും കാണാൻ പറ്റാത്ത, അല്ലാതെ വെർച്വലായി നിൽക്കുന്ന ഒരു പദ്ധതിയൊന്നും അല്ലല്ലോ. പറവൂരിൽ വന്ന് ഒരു പ്രളയം കാരണം വലിയ ദുരിതം അനുഭവിച്ച ഒരു ജനതയുടെ ഇടയ്ക്ക് നമുക്കറിയാം, ചില MLA-മാരൊക്കെ എനിക്കൊരു ഹെലികോപ്റ്റർ തരൂ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, സർക്കാർ എന്താണ് ഈ കാണിക്കുന്നത്, ഞാനൊക്കെ വിഷമിച്ച് വിയർത്തിരിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ച് കൈമലത്തിയ നേരത്ത് പ്രതിപക്ഷ നേതാവ് അല്ലാതിരുന്നിട്ട് പോലും ഒരു ജനപ്രതിനിധിയായിരുന്ന ഒരു MLA തൻ്റെ ജനതയെ ചേർത്ത് പിടിക്കാൻ വേണ്ടി, തനിക്ക് വോട്ട് ചെയ്ത വോട്ടർമാരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി നടത്തിയ ഒരു പദ്ധതിയാണ് പുനർജനി പദ്ധതി. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വീട് പോയവർക്ക് അല്ലെങ്കിൽ അവശ്യ സാധനങ്ങൾ പോയവർക്ക്, എല്ലാ ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്കൊക്കെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വന്നു. ആ വന്ന ആളുകൾക്കൊക്കെ ഒരു ഫെസിലിറ്റേറ്റർ എന്ന റോളാണ് ശ്രീ VD സതീശൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ കേരളത്തിലെ ഏത് MLA-മാരെ വേണമെങ്കിലും എടുത്തോളൂ. നമുക്ക് ആ MLA-മാരെ അധിവസിക്കുന്ന പ്രദേശത്ത് ഒരാൾ ഒരു സഹായം ചെയ്യാൻ വേണ്ടി വന്നാൽ ആ സഹായം ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളെയും ആ ബെനിഫിഷ്യറിയെയും ചേർത്ത് നിർത്തുന്ന ഒരു ഫെസിലിറ്റേറ്ററുടെ റോളാണ് ഒരു MLA നിർവഹിക്കുന്നത്. അത് കേരളത്തിലെ 140 MLA-മാരും ഈ കേരളത്തിലെ അനേകായിരം പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്ന ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തം മാത്രമാണത്. ആ ഉത്തരവാദിത്തമാണ് ശ്രീ VD സതീശൻ നിർവഹിച്ചത്. എന്നിട്ട് ശ്രീ VD സതീശനെതിരെ എത്രമേൽ ആരോപണം പറഞ്ഞു? വീടുകൾ വെച്ചു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. 200-ലധികം വീടുകൾ വെച്ചു കൊടുത്തതിൻ്റെ രേഖകളും വീടുകളും അവിടെ തന്നെയുണ്ട്. എത്രയോ വീടുകൾ, പൊളിഞ്ഞു കിടന്ന വീടുകൾ മെയിൻ്റനൻസ് നടത്തി കൊടുത്തു. എത്രയോ ആളുകൾക്ക് തയ്യൽ മെഷീൻ മേടിച്ചു കൊടുത്തു. എത്രയോ ആളുകൾക്ക് പശുക്കൾ മേടിച്ചു കൊടുത്തു. ഇതൊക്കെ നമുക്ക് പറവൂരിൽ ചെന്നാൽ കാണാൻ സാധിക്കുമല്ലോ. അങ്ങനെ പറവൂരിൽ നിന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 2021 ഈ വലിയ ഇടതുപക്ഷ തരംഗമുണ്ടായപ്പോഴും പറവൂരിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ശ്രീ VD സതീശൻ ജയിച്ചു വരുന്നു. അതൊരു ഇലക്ഷൻ പൊളിറ്റിക്സ് ആണ്, ഞാൻ അതിനെ ഇതുമായി ചേർത്ത് വെക്കുന്നില്ല. പക്ഷേ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തവണ അത് കോടതി മുറികളിലായെങ്കിലും വിജിലൻസിന്റെ മുമ്പിലായിക്കൊള്ളിലും
ശ്രീ വി ഡി സതീശനെതിരെ ഒരു തുമ്പും തരിമ്പും തെളിവില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അദ്ദേഹത്തെ വേട്ടയാടാൻ വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഇത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി ശ്രീ വി ഡി സതീശനെ മനഃപൂർവ്വം ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള ഒരു ചെപ്പടി വിദ്യയാണ് എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം അത് മാത്രമാണ്. ഇപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ ഇപ്പൊ ശ്രീ ലാവ്ലിൻ കേസ് ഇപ്പോൾ CBIക്ക് വിട്ട കാര്യവുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞു. ലാവ്ലിൻ കേസ് CBIക്ക് വിട്ടിട്ട് 43ാമത്തെ തവണയാണ് അടുത്ത തവണ CBIയുടെ വക്കീല് അതിനകത്ത് പ്രസന്റ് ആവാതിരിക്കാൻ പോകുന്നത്. അതിന്റെ ഒത്തുകളി എന്താണ് എന്നൊക്കെ ഇപ്പോൾ ഇന്ത്യ രാജ്യം മുഴുവൻ അറിയാവുന്ന കാര്യവും കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു കാര്യവുമാണ്. അപ്പൊ അത് മാത്രമല്ല, സോളാർ കേസ് നിങ്ങൾ ഓർക്കുന്നില്ലേ? ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു വയസ്സി എന്ന ഒരു അസുഖബാധിതനായി നിൽക്കുന്ന 3 മക്കളുടെ പിതാവായ ഒരു മനുഷ്യനെ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പരാതി അങ്ങോട്ട് പോയി ചോദിച്ചു വാങ്ങി എഴുതി മേടിച്ച് അന്വേഷണം പ്രഖ്യാപിച്ച ആളുകളല്ലേ ഇവിടെ വന്ന് ചാരിത്ര പ്രസംഗം നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേരളം ചർച്ച ചെയ്യണം. കേരളം ചർച്ച ചെയ്യുന്നതിനൊടുവിൽ ഇതിനും കൂടി ചേർത്ത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് പോരാ, ഇതിനും കൂടെ ചേർത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധി എഴുതുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. റജി ലൂക്കോസ്, ഞാൻ കരുതുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പുനർജനിയും ലാവ്ലിനും അഴിമതി വിരുദ്ധമൊക്കെ ചർച്ചയാവുന്നതന്നെ നല്ലത്. അതിനെയും ഈ പറഞ്ഞ പേപ്പറിലേക്ക് നല്ലതാണ്. കാരണം എന്താണെന്നറിയോ? ഇന്നിപ്പോ AK ബാലൻ പറഞ്ഞ ഒരു പ്രതികരണം ഒന്ന് കേൾക്കാവോ? ഏതെങ്കിലും രൂപത്തിൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം 2 ദിവസം കൊണ്ടത് സ്വാഹമാക്കും. അതുകൂടി നമ്മുടെ കേരളം മലയാളി ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതാണ്. മാത്രമല്ല, ഈ കേരളം ഭരിക്കുക, ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തെ ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. അവരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ. അപ്പോൾ ഒരു മാറാടും 2ാം മാറാടും എന്നല്ല ഉണ്ടാവുക. അതിന് ഇതിനു മുമ്പ് ഈ ടോണിൽ കേട്ടത് പണ്ട് ഗുജറാത്തിൽ BJP ഭരിക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാകുമെന്ന മട്ടിലാണ്. ഈ അടുത്തത് കേട്ടത് വെള്ളാപ്പള്ളി പറയുന്നതാണ്. മാറാടൊക്കെ ഈ പറയുന്ന എന്താണ് ജമാഅത്തെ ഇസ്ലാമി, മാറാട് കലാപം പറഞ്ഞ് പഴയ മുറിവുകൾ കാട്ടി പേടിപ്പിക്കൽ, വെള്ളാപ്പള്ളിയുടെ സയാമി സുരട്ട കാണിക്ക് സംസാരിക്കൽ, അങ്ങേയറ്റം റിഗ്രസീവായ ധ്രുവീകരണ ലക്ഷ്യത്തോടെ വൃത്തികെട്ട രാഷ്ട്രീയം പറയുന്നതിനൊക്കെ ഒക്കെ നല്ലത് പുനർജനി പറയലാണ്. അതിൽ അഴിമതി വിരുദ്ധ പറയൽ തന്നെയാണ്, ഒരു തർക്കമില്ല. അതുകൊണ്ട് പുനർജനി ചർച്ചയാവുന്നതിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. റജി ലൂക്കോസ്, ഈ പുളിച്ച വർഗീയതയൊക്കെ ഉണ്ടല്ലോ. ഹാഷ്മി, എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ രാജ്യത്തൊരു നിയമവ്യവസ്ഥയുണ്ട്, ഇതിനൊരു വിദേശ നയമുണ്ട്. വിദേശ നാണയ വിനിമയവുമായി ബന്ധപ്പെട്ട് നിരവധി നിയമങ്ങൾ ഈ രാജ്യത്തുണ്ട്. ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു പൗരൻ അത് ലംഘിച്ചാൽ അതികർശനമായ രീതിയിൽ നടപടി സ്വീകരിക്കാനുള്ള അധികാരമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ, MLA ആയാലും MP ആയാലും അവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇതിനോടനുബന്ധിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചകൾ നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത്. ഇതുവരെയുള്ള ചർച്ചയിൽ നിന്ന് മാറ്റി ഇതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. FC നാരായണ നിയമപ്രകാരം അത് ഇവിടെ ആ പണം ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിയതമായ രീതിയിലുള്ള അനുമതിയോടുകൂടി ആ അക്കൗണ്ടിലൂടെ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ബഹുമാന പ്രതിപക്ഷ നേതാവ് തൻ്റെ വിസയിൽ അപ്ലൈ ചെയ്തപ്പോഴും കേന്ദ്ര സർക്കാരിന് കൊടുത്ത ആപ്ലിക്കേഷനിലും പറഞ്ഞിരിക്കുന്ന ഒരു സ്വകാര്യ സന്ദർശനത്തിനായിട്ട് താൻ ലണ്ടനിൽ പോകുന്നു. ഈ വിസയ്ക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത ഒരു മണപ്പാട്ട് ഫൈനാൻസ് എന്ന് പറഞ്ഞൊരു ഫൈനാൻസ് അല്ല, ഒരു ഫൗണ്ടേഷനാണ്. ഈ പറയുന്ന FCNRI അക്കൗണ്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. അവർ ക്ഷമിക്കും, ഞാൻ ഇത് പ്രേക്ഷകർ കേൾക്കണം. എന്തുകൊണ്ട് സർക്കാർ നിങ്ങളിങ്ങനെ വേട്ടയാടി കൊട്ടേഷൻ എടുത്ത പോലെ സംസാരിക്കുമ്പോൾ പറയുന്നത് ഞാൻ നിയമത്തിൻ്റെ വഴിയിലൂടെയാണ് ആദ്യം സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ അദ്ദേഹം എത്തിക്കഴിഞ്ഞപ്പോൾ ബെർമിംഗ്ഹാം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു മലയാളികളുടെ കൂട്ടായ്മയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വീഡിയോ ഇന്നും സോഷ്യൽ മീഡിയയിലാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം അവിടെ മുതൽ ഈ നിയമം, രാജ്യത്തിൻ്റെ നിയമത്തെ ലംഘിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് 2018 പ്രളയത്തിൽ നഷ്ടപ്പെട്ട പാവങ്ങൾക്ക് വേണ്ടി വീട് നിർമ്മിക്കാനും പാവപ്പെട്ട സ്ത്രീകൾക്ക് നഷ്ടപ്പെട്ട ഈ തയ്യൽ മെഷീനൊക്കെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ 500 പൗണ്ട് വെച്ച് തരണമെന്ന് പറഞ്ഞു. ഇറ്റ്സ് ഫൈൻ. അതൊരു നേതാവിനെ സംബന്ധിച്ചോളം തൻ്റെ മണ്ഡലത്തിൽ ആർക്കും സഹായം ചെയ്യാനായിട്ട് വിദേശ മണ്ഡലത്തിൽ സഹായം നേടാം. പക്ഷേ അത് പ്രോപ്പർ ചാനലായിരിക്കണം. അങ്ങനെ അവിടുന്ന് വന്നിരിക്കുന്ന തുക എന്ന് പറയുന്നത് 1,20,00,000 രൂപ. ഇത് അദ്ദേഹത്തിൻ്റെ പുനർജനി അക്കൗണ്ടിലേക്കല്ല വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതിനെന്തിനാണ് പുള്ളീനെ പിന്നെ പഴിയാണെന്ന് ചോദിക്കും. അവിടാണ് ഈ എന്താ പറയുക വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യം ഉയരുന്നത്. അദ്ദേഹം ഈ പറയുന്ന അങ്ങോട്ട് പോയതും തിരിച്ചു വന്നതും ഒമാൻ എയർവേസിൻ്റെ ഫ്രീ ടിക്കറ്റിലാണ്. ടാക്സ് കൊടുത്തവരാണ്. ഫ്രീ ടിക്കറ്റ് ആണെങ്കിലും ടാക്സ് കൊടുക്കണം. ടാക്സ് കൊടുത്തത് ഈ പറയുന്ന ഫൗണ്ടേഷൻ ചെയർമാനാണ്. ആ ചെയർമാൻ അദ്ദേഹം വേറൊരു അക്കൗണ്ട്, അതായത് മണപ്പാട്ട് ഫൗണ്ടേഷൻ വേറൊരു അക്കൗണ്ട് ഇതിനു വേണ്ടി പുനർജനിക്ക് വേണ്ടി ഉണ്ടാക്കി ആ ഫണ്ടിൽ നിന്നാണ് ഈ പണം ഇവിടെ വന്നിരിക്കുന്നത്. സോ ഈ അവിടെ ഇതെല്ലാം സംഗതിയാണ്. FCR അന്വേഷിക്കട്ടെ, അതിന് 1 വർഷം കാത്തിരിക്കേണ്ടോ ചോദ്യം. ഇതെല്ലാം സംഗതിയോ? ഇതിലെ പ്രശ്നം എന്താണ്?
ഇതിലെ പ്രശ്നം ഒരു രാഷ്ട്രീയ നേതാവിന് എന്താണ് മുഖം കുനിയുന്നത് എവിടെയാണ്? അദ്ദേഹം ഈ പണം വാങ്ങി പുട്ടടിച്ചോ എന്ന ചോദ്യത്തിലാണ്. പുട്ടടിച്ചിട്ടില്ല എന്ന് പറയുന്ന ആരാണ്? വിജിലൻസാ പറയുന്നത്. എന്താണ് വിജിലൻസ് സ്പീക്കർ 4 മാസം കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് ഈ പറയുന്ന PC ആക്ട് 7 നിലനിൽക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല, പ്രതിപക്ഷം ഒന്നും നടത്താൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഒന്ന്. 2, താങ്കൾ ഈ പറഞ്ഞ മണപ്പാട് ഫൗണ്ടേഷൻ സാറേ, ഈ FCRA പരിശോധന കേന്ദ്രം MH നടത്തുന്ന ഒരു തലമുടി 10-70 കീറി പരിശോധിക്കുന്ന പോലെ അത്രയും കണിശമാണ്. അതായത് കഴിഞ്ഞ വർഷം മാത്രം ജീസസ് ആൻഡ് മേരി സൊസൈറ്റി അടക്കം പ്രധാനപ്പെട്ട 5 ഏജൻസികൾക്ക് ലൈസൻസ് നഷ്ടമായി. പോയ 2-3 വർഷങ്ങളുടെ കണക്കെടുത്താൽ 100 കണക്കിന് ലൈസൻസുകൾ റദ്ദായി. 54,600 രൂപയുടെ സംശയത്തിൽ ലൈസൻസ് നഷ്ടമായ ഏജൻസിയുണ്ട്. അങ്ങനെ പരിശോധിക്കുന്ന ഒരു സംവിധാനത്തിൽ താങ്കൾ ഈ പറയുന്ന മാരകമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അമീർ അഹമ്മദിന്റെ കയ്യിൽ ഇപ്പോഴും സുരക്ഷിതമായ FCRA ലൈസൻസ് ഇരിക്കുമെന്ന് കരുതണോ? റജി ലൂക്കോസ്, ഒരു ചുക്കുമില്ല, ഒന്നുമില്ല. അല്ല അതെന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? അങ്ങനെയല്ല, അങ്ങനെ പറയരുത്. അങ്ങനെയൊന്നും നമ്മുടെ ദേശീയ ഈ സർക്കാരിന്റെ നിയമത്തെ ഹാഷ്മി ആ രീതിയിലൊന്നും വളച്ചൊടിക്കരുത്. ആ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ സ്പീക്കർക്കും സർക്കാരിനും ഈ സന്ദർശനത്തിനകത്ത് കൊടുത്തതിനകത്ത് പറഞ്ഞിരിക്കുന്നതും താൻ സ്വകാര്യ സന്ദർശനമാണ്, ഇങ്ങനൊരു പണത്തിന് വേണ്ടി പോയതല്ല. ഇനി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പ്രതികരണത്തിലേക്ക് വരാം. ഇവിടെ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അബിൻ വർക്കി പറഞ്ഞല്ലോ, ആ സാങ്കേതികത്തിന് നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹം ചെയ്ത ഒക്കെ ശരിയായിരിക്കും. അദ്ദേഹം വീടുകളൊക്കെ കൊടുത്തായിരിക്കും, ഞാനതൊന്നും തർക്കിക്കുന്നില്ല. പക്ഷെ ഈ രാജ്യത്തെ നിയമത്തെ എന്തിനു വേണ്ടി അദ്ദേഹം ലംഘിച്ചു? അതിലേക്കാണ് ഞാനും വരുന്നത്. ഒറ്റ സെന്റൻസ് കൊണ്ട് തീർക്കാം. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ നിങ്ങൾ പറഞ്ഞ വാദഗതി സാങ്കേതികത്വം എന്ന് പറഞ്ഞ് എഴുതിത്തള്ളുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ സാങ്കേതികത്തിന് നൂലാമാല പിടിക്കാനായിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രതിപക്ഷ നേതാവ് പോയത്? അദ്ദേഹം വളരെ ഇന്റലിജന്റ് ആയിട്ടൊരു വ്യക്തിയല്ലേ. എനിക്ക് അദ്ദേഹത്തിന് ആ കാര്യത്തിൽ വളരെയധികം നൂലാമാല പിടിക്കൽ എന്തിനാണ് പ്രതിപക്ഷ നേതാവ് പറയട്ടെ, അദ്ദേഹം അത് പരിഹരിക്കട്ടെ. ഒരു രാഷ്ട്രീയ നേതാവിന്റെ മുഖം കറക്കേണ്ടത് എപ്പോഴാണ്? തല താഴേണ്ടത് എപ്പോഴാണ്? പണം പിരിച്ച് പുട്ടടിച്ചു എന്നുള്ളതാണ്. പുട്ടടിച്ചില്ലെന്ന് പറഞ്ഞ ഈ സർക്കാർ വിജിലൻസാ. അതിനപ്പുറം ഈ പറഞ്ഞ VDC എന്ത് പേടിക്കാനാ? ഈ പറഞ്ഞ FCRA നിയമം ശരി, ഞാൻ ആ നിയമം ലംഘിച്ചു എന്ന് പറയാണ്. അയ്യോ VD എന്താണ്? എന്റെ നാട് തകർന്നു കിടക്കാണ്, ആ നാടിനെ പുനരുജ്ജീവിപ്പിക്കാൻ ഞാൻ ആ നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? റജി ലൂക്കോസ്, രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് അതെന്തൊരു ചോദ്യം? 2 വീഡിയോ ഞാൻ അങ്ങനെ കഴിച്ചില്ല. ഇന്നത് എല്ലാവരുടെയും കയ്യിലുണ്ട്. ഈ വിഷയം ആദ്യമായിട്ട് ജെയിംസ് മാത്യു നിയമസഭയിൽ ഉന്നയിക്കുന്നു. ഈ ബെർമിംഗ്ഹാമിലെ പണം ചോദിച്ചുകൊണ്ട് അദ്ദേഹം പരസ്യമായിട്ട് പറയുന്ന വീഡിയോ. ആ സമയം അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞെന്താ, 1 രൂപ ഞാൻ വിദേശത്ത് പിരിച്ചിട്ടില്ല. പിന്നീട് ഒരവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ വിദേശത്ത് പണം പിരിച്ചത് എന്റെ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യം വേണ്ടില്ല എന്ന് പറഞ്ഞു. വൈരുദ്ധ്യം നമ്പർ 1. രണ്ടാമതൊരു പ്രതിപക്ഷ നേതാവ് വിദേശ ശരി, അങ്ങനെ VD പറയുന്നതിൽ വൈരുദ്ധ്യം ശരിയാണ്, വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യത്തിനൊടുവിൽ വെച്ച വീടുകളുടെ കണക്കെവിടെ എന്ന ചോദ്യത്തിനൊക്കെ വ്യംഗ്യം എന്താണ്? പ്രതിപക്ഷ നേതാവ് അഴിമതി കാട്ടിയെന്നുള്ളതാണ്. അതാണ് ഒരു രാഷ്ട്രീയ നേതാവ് ഭയക്കേണ്ടത്. അഴിമതി നടത്തിയിട്ടില്ലെന്ന് പറയുന്ന ആരാണ്? സർക്കാർ വിജിലൻസ്. എന്നാ കൊടുത്തേ? 4 മാസം മുമ്പ്. ആദ്യ റിപ്പോർട്ട് എപ്പോഴാണ്? 1 വർഷം മുമ്പ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. എൻ ശ്രീകുമാർ, ഇവിടെ ഒരു FCRA ലംഘനമില്ലെന്ന് സർക്കാരിന്റെ പക്കൽ രേഖയുണ്ട്. സർക്കാരിന്റെ പക്കൽ ഉന്നത ഉദ്യോഗസ്ഥൻ കൊടുത്ത രേഖയുണ്ടെന്ന് ഞാൻ ആധികാരികമായി പറയുക. അതിൽ പറയുന്നത് എന്താണ്? സെക്ഷൻ 2A says that no person resident എന്ന് പറഞ്ഞ ആ കണക്കിൽ പറഞ്ഞുകൊണ്ട്, according to the inquiry report, there is no finding that VD Satish personally accepted any foreign contribution, nor is there a finding that Manapad Foundation falls under any category specified in section 3(1) of FCRA 2010. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മണപ്പാട് ഫൗണ്ടേഷൻ FCRA അതിൽ വരില്ല, VDക്കും ബാധകമല്ല എന്നത് സർക്കാരിന്റെ പക്കൽ രേഖയുണ്ടെന്നേ. എന്നിട്ട് ഈ രേഖ പുറത്തേക്ക് വിടുന്നത് എന്തിനാണ്? പുറത്തേക്ക് ചർച്ചയാക്കാനാണ്. എൻ ശ്രീകുമാർ, ഞാൻ ഇപ്പോഴും പറയുന്നത് അറിയോ, അത് ചർച്ചയാവട്ടെ. ചർച്ചയാവും, നല്ലതാണ്. കാരണം എന്താണ്? AK ബാലനെ പോലെയുള്ളവർ പറയുന്ന കൊടിയ വർഗീയത ചർച്ച ചെയ്യണ്ടല്ലോ ശ്രീകുമാർ, നല്ല കാര്യമാണ്. നോക്കൂ ശ്രീ ഹാഷ്മി, 9 വർഷം ഭരിച്ച് 10ാം വർഷത്തിൻ്റെ അവസാനത്തിൽ എത്തി നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് അവർ ആയുധം തരികയാണ്. നാൽക്കവലയിലാണ് അവർ. കാരണം ഈ തെരഞ്ഞെടുപ്പോടുകൂടി, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടുകൂടി പിണറായി ഗവൺമെൻറ് ഒരു നാൽക്കവലയിൽ നിൽക്കുകയാണ്. അവരൊരു ആയുധം തരികയാണ്. ഏത് ആയുധമാണ് UDF എതിരെ പ്രയോഗിക്കേണ്ടത്? ഇത് അവർക്ക് സംഭവിച്ച ഒരു ദുര്യോഗമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ VD സതീശനെതിരെ ഏത് അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചാലും അത് ജനങ്ങൾ അംഗീകരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് വല്ലാതെ ഉയർന്നുപോയി. VD സതീശനെ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ വേറൊരു രാഷ്ട്രീയ തലത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പങ്കുണ്ടെന്നുള്ള വേറെ കാര്യം. അപ്പോൾ അങ്ങനെയുള്ള സതീശനെതിരെ എന്ത് ആക്ഷേപം വന്നാലും ശരി, അത് പൊതുസമൂഹം ചർച്ച ചെയ്യില്ല. പക്ഷേ ഇതിൽ മുഖ്യമന്ത്രിയുടെ പാർട്ടി ഒരു പരിധിവരെ വിജയിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചർച്ചയാക്കാമല്ലോ. കാരണം ഈ ചർച്ചയാക്കുമ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം ഒരു പക്ഷേ ശബരിമലയായിരിക്കാം. ആ വിഷയം മാറിപ്പോയി. അപ്പോൾ അങ്ങനെ ചർച്ചയാക്കുന്ന ഒരു തലത്തിലേക്ക് ഇതിനെ എത്തിക്കാൻ ഗവൺമെൻറ് സാധിക്കും. രണ്ടാമത്തെ കാര്യം, ഈ മാസം 20-ാം തീയതി നിയമസഭ തുടങ്ങാൻ പോവാണ്.
അപ്പോൾ നിയമസഭ തുടങ്ങുമ്പോൾ ഈ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ആക്ഷേപവും അവരെടുത്തിടും. അപ്പോൾ ചർച്ചയുടെ ഗതി അപ്പോഴും മുഖ്യമന്ത്രിക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ഒരു അടിസ്ഥാനപരമായ കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് അവസാന കാലത്ത് ജനങ്ങളോട് പറയാൻ ഒരു അജണ്ടയില്ലാതെ പോയത്? അവർ വി ഡി സതീശനെതിരെ കൊണ്ടുവരുന്ന ഈ ആക്ഷേപം സതീശനെ ഭയക്കുകയാണ് അവർ. അത് ആ സംശയമില്ലാത്ത കാര്യമാണ്. കാരണം സതീശൻ്റെ ഒരു ക്രാന്ത ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധി ഇവർ ഭയക്കുകയാണ്. അത് തുടങ്ങിയത് ഇപ്പോഴല്ല. പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് കാലത്താണ് അത് കൂടുതൽ രൂക്ഷമായത്. അവിടെ ഷാഫി പറമ്പിലിൻ്റെ സ്ഥാനാർത്ഥിയാണെന്നും അതുപോലെ സതീശൻ്റെ സ്ഥാനാർത്ഥിയാണെന്നും യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയാണെന്നും ഒക്കെ പറഞ്ഞ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നപ്പോൾ തൊട്ട് സതീശനെതിരായ നീക്കം തുടങ്ങി. ആ നീക്കം പക്ഷേ അവിടെ പരാജയപ്പെട്ടു. പിന്നീട് നിലമ്പൂർക്ക് കൊണ്ടുവന്നപ്പം അത് വീണ്ടും അവിടെ ശക്തി പ്രാപിച്ചു, അവിടെയും പരാജയപ്പെട്ടു. പിന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇനി അവർക്ക് ഒരു രക്ഷയില്ല. കാരണം അവർക്ക് ഒരൊറ്റ ആയുധമേ അവർക്കുള്ളൂ. ആ ആയുധം ഹാഷ്മി പറഞ്ഞ പോലെ വജ്രായുധമല്ല. ഇതിപ്പോൾ ഈ ആയുധം ഒരു പൂവമ്പായി മാറിയിരിക്കുകയാണ്. കാരണം സതീശനൊരു പൂവമ്പാണ് കിട്ടിയിരിക്കുന്നത്. കാരണം സതീശൻ എന്താ പറഞ്ഞത്? ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്കെ. ഇത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു വലിയ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ഏതോ ചാനലിൽ കണ്ടു. ഞാനങ്ങ് പേടിച്ചു പോയെന്ന് പറഞ്ഞേക്കുന്ന സതീശൻ പറയുന്ന ഒരു വലിയ ഫ്ലെക്സ്. ഇങ്ങനെ ഫ്ലെക്സ് വെച്ച് ആ ഫ്ലെക്സ് എത്ര പേര് കാണും? അതിൻ്റെ മുമ്പിൽ കൂടെ അല്ലേ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കടന്നു പോകുന്നത്? അപ്പോൾ അങ്ങനെ ഒരു അവസരം വരുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അവർക്ക് ജനങ്ങളോട് എന്തെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച് പറയാനുണ്ട്. ഈ അവസാന കാലത്ത് അവർ അതിദാരിദ്ര്യം കൊണ്ടുവന്നു, അത് പരാജയപ്പെട്ടു പോയി. അവർ കേരയിൽ കൊണ്ടുവന്നു, അത് പരാജയപ്പെട്ടു പോയി. അവർ പിന്നെ അവസാനം കൊണ്ടുവന്നവരുടെ നയവ്യതിയാനം പോലും അവരെ വഷളാക്കുന്ന രീതിയിലെത്തി. CPIയും CPIയും തമ്മിൽ അകലുന്ന രീതിയിലെത്തി. CPI ഉത്തരം താങ്ങുന്ന പല്ലിയാണെന്ന് CPMൻ്റെ പ്രമുഖ നേതാവായ മൂന്ന് തവണ MP ആയ S. അജികുമാർ പാലക്കാട്ട് പ്രഖ്യാപിക്കുന്ന തരത്തിലെത്തി. അതുമാത്രവുമല്ല, ഞങ്ങൾ ഒരു കാര്യവും ഒന്നിച്ചെടുക്കുന്നതല്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിൽ MA ബേബി, CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രസ്താവന വന്നു. എന്താണ് ആ പ്രസ്താവന? ഇവർ പറഞ്ഞ എന്താ? ശബരിമല കൊള്ള വന്നപ്പോൾ പോറ്റിയെ ആദ്യം കയറ്റിയത് സോണിയാഗാന്ധിയുടെ വീട്ടിലാണ്. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണം, സോണിയാഗാന്ധി ഇങ്ങനെ ചാനൽ ചർച്ചകൾ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം MA ബേബി അതിന് സ്റ്റോപ്പ് ഇട്ടു. സോണിയാഗാന്ധിയെ സംശയത്തിൻ്റെ നിലയിൽ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞു. അപ്പോൾ ആരാണ് ആ തീരുമാനമെടുത്തത്? നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ PR ഏജൻസികളാണെങ്കിൽ അവർക്ക് തെറ്റുപറ്റി. കാരണം PR ഏജൻസികൾ എപ്പോഴും ഒരേ രീതിയിൽ ചിന്തിക്കണമെന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി സതീശനെ പിടിച്ചാലേ രക്ഷയുള്ളൂ. കാരണം സതീശനെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ചിലർ ഉയർത്തി കാണിക്കുന്നത്. പ്രതിപക്ഷ നേതാവാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് വരുന്നു. അതുകൊണ്ട് സതീശനെ പിടിച്ച് ഒരു അഴിമതി കേസിലിട്ടാൽ ഒരു പക്ഷേ ജനങ്ങൾ അതിൻ്റെ പിന്നാലെ പോകുമെന്ന് ധരിച്ചു. പക്ഷേ ആ സമയം തെറ്റിപ്പോയി. കാരണം എന്താ വെച്ചാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പാണെങ്കിൽ പിന്നെയും അതൊന്ന് ദേശീയന്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ് UDFന് 6 കോർപ്പറേഷനിൽ 4 ലഭിച്ച് 7 പഞ്ചായത്തുകളിൽ 14ൽ 7 പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്ത് ലഭിച്ച് അതിൽ കൂടുതൽ ഡിവിഷനുകളും കരസ്ഥമാക്കി ആകെ ഒരു തരംഗം, UDF തരംഗം അതിപ്പോഴും നിൽക്കുകയാണ്. ഈ തൃശ്ശൂർ ഇപ്പോൾ വൃശ്ചികക്കാറ്റ് വീശാണ്, വൃശ്ചികം കഴിഞ്ഞെങ്കിലും. പക്ഷേ ആ കാറ്റ് പോലെ തരംഗം ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം അതിൽ CPMനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നലെ രാവിലെ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷോട് ഈ ചോദ്യം ചോദിച്ചു, ഈ സതീശൻ്റെ ഈ പുനർജനി വിഷയം ചോദിച്ചു. മാഷിക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റിയില്ല. മാഷിൻ്റെ മുഖം കണ്ടാൽ അറിയാം. കാരണം അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. നിങ്ങളെ ക്ലിപ്പെടുത്ത് നോക്കിയാൽ അറിയാം. അപ്പം ഇത് ആരാ തീരുമാനിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വിജിലൻസ് വിഭാഗം മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. 2 റിപ്പോർട്ട് കൊടുത്തു. അതിൽ അവസാനത്തെ റിപ്പോർട്ട് അദ്ദേഹത്തെ ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ ചില സംശയങ്ങളൊക്കെ ഏത് ഏജൻസി ആണെങ്കിലും ഏത് പോലീസ് സംവിധാനമാണെങ്കിലും ഉന്നയിക്കും. ഇത് CBIക്ക് വിടാവുന്നതാണ് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇത് മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ട് ഇതിങ്ങനെ നേരത്തെ ഹഷ്മി പറഞ്ഞ പോലെ കുറേശ്ശെ വിടുന്നതുകൊണ്ടതിന് ഉദ്ദേശം എന്താ വെച്ചാൽ അവരുദ്ദേശിക്കുന്നത് ചർച്ചയാവുന്നതാണ്. പക്ഷേ ഇത് ജനങ്ങൾ തള്ളിക്കളയുന്നു. എന്തുകൊണ്ടാണ്? കാരണം ജനങ്ങളുടെ മുമ്പിൽ സതീശനോട് നിലപാടുള്ള ആളാണ്. ആ നിലപാടാണ് UDFനുള്ളത്. മുസ്തഫ, ഇവിടെ പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെക്കരുതെന്നും ആരും പറയില്ല. പ്രതിപക്ഷം മുഖ്യമന്ത്രി പിണറായി ലക്ഷ്യം വെച്ചാൽ പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെക്ക്, ഒരു കുഴപ്പമില്ല. നേരത്തെ ശ്രീകുമാർ സാർ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ അതിദാരിദ്ര്യമുക്തി സംസ്ഥാനം പൊളിഞ്ഞാന്ന് ഞാൻ കരുതുന്നില്ല. ക്ഷേമ പെൻഷൻ പറയാറുണ്ട്, അതിദാരിദ്ര്യമുക്തി സംസ്ഥാനം പറയാറുണ്ട്, വികസനം പറയാറുണ്ട്, ദേശീയപാത വികസനം പറയാറുണ്ട്. ഇതൊക്കെ പറയുന്നതിന് പകരം ഈ പറയുന്ന കൊടിയ വിദ്വേഷ പ്രസ്താവന എന്താണ്? UDF അധികാരത്തിലേക്ക് വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാകും, മാറാടുകൾ ആവർത്തിക്കും എന്ന മനുഷ്യനെ പേടിപ്പിക്കുന്ന ധ്രുവീകരണ രാഷ്ട്രീയം CPMന്റെ രാഷ്ട്രീയമാണോ അതോ AK ബാലൻ അദ്ദേഹം തോന്നിവാസം പറയുന്നതാണോ ശ്രീ മുസ്തഫ? ഹാഷ്മി, അവർ പറഞ്ഞ കമൻസിനോട് ഒന്ന് പ്രതികരിച്ചിട്ട് ഞാൻ നിങ്ങളിലേക്ക് വരാം.
ഇപ്പോൾ ശിവകുമാർ സാർ പറഞ്ഞു നമുക്കിവിടെ ഇടതുപക്ഷം നാൽക്കവലയിലാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ജനങ്ങളുടെ മധ്യത്തിൽ നാൽക്കവലയിലാണ്. ലോകത്ത് ട്രംപ് ഉയർത്തുന്ന ഭീഷണി, ഇസ്രയേൽ ഉയർത്തുന്ന ഭീഷണി, സാമ്രാജ്യത്വ അധിനിവേശം, ഇതിനൊക്കെ എതിരായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ നിലപാടുകൾ, ന്യൂയോർക്കിലെ മംദാനിയെ പോലെ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ളവരുടെ വിജയങ്ങൾ, ലോകത്തെങ്ങും ഉയർന്നു വരുന്ന ജനകീയ പ്രതിരോധങ്ങൾ, അത് നാൽക്കവലയിൽ ഞങ്ങളുടെ ഒരു വഴിയാണ്. മറ്റൊന്ന്, നമ്മുടെ രാജ്യത്ത് മോഡി ഭരണം നവഫാസിസ്റ്റ് വാഴ്ചയിലേക്ക് പോകുന്നു. അതിനെതിരായിട്ട് രാജ്യത്ത് ഉയർന്നു വരുന്ന വലിയ പ്രതിരോധം. ഈ ഫെബ്രുവരി 12-ാം തീയതി രാജ്യത്തെ കർഷകരും തൊഴിലാളികളും എല്ലാം സംയുക്തമായി ദേശീയ പണിമുടക്കിലേക്ക് പോകുന്നു. തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡുകൾ പിൻവലിക്കണം, തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണം. ഇതിനെതിരായിട്ട് ഈ രാജ്യത്ത് മോഡി ഗവൺമെന്റിന്റെ നവഫാഷിസത്തിനെതിരായിട്ടുള്ള മറ്റൊരു വഴി ഈ നാൽക്കവലയിൽ നിന്ന് ഇടതുപക്ഷം തെളിക്കുന്നു. 3, ഹാഷ്മി ഇവിടെ പറഞ്ഞ കേരള സർക്കാരിന്റെ ഈ വികസന നേട്ടങ്ങൾ, അതിദാരിദ്ര്യമുക്തവും സാമൂഹ്യക്ഷേമ പെൻഷനുകളും വികസിതമായ കേരളത്തിലേക്കുള്ള നമ്മുടെ വഴികൾ, ആ നാൽക്കവലയിൽ നിന്ന് മറ്റൊരു വഴി അങ്ങോട്ട് പോകുന്നു. 4-ാമത്തെ വഴി നമ്മുടെ മതനിരപേക്ഷതയും ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ പ്രത്യയശാസ്ത്രം നിലപാടുകൾ. അതുകൊണ്ട് ഞങ്ങൾ നാൽക്കവലയിൽ തന്നെയാണ്. ഈ നാൽക്കവലയിലേക്കെല്ലാം ജനങ്ങളെ പഠിപ്പിക്കുകയും ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്ന നിലപാടിലൂടെ ഞങ്ങൾ സഞ്ചരിക്കും. ഇവിടെ അബിൻ വർക്കി ലാവ്ലിൻ കേസിനെ കുറിച്ച് പറഞ്ഞു. എന്താ ലാവ്ലിൻ കേസ്? ആരുണ്ടാക്കിയതാ? UDF ഗവൺമെന്റ് ഉണ്ടാക്കിയത്. എന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ വിജിലൻസ് അന്വേഷിച്ചു, കഴമ്പില്ല എന്ന് പറഞ്ഞു. അതെഴുതിയ ഉപേന്ദ്ര വർമ്മയെ അന്നത്തെ വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് കെൽട്രോൺ MD ആയിട്ട് ഇരുത്തി. എന്നിട്ടല്ലേ മാർച്ച് 1-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന ദിവസം അത് CBIക്ക് വിട്ടത്. കോടതികളിലേക്ക് പോയി. CBIയുടെ വിചാരണ കോടതി നിങ്ങളുടെ കാലത്താണ്, UPA ഭരിക്കുന്ന കാലത്ത് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള CBI ആണ് ലാവ്ലിൻ കേസ് അന്വേഷിച്ചത് അഭിനെ. എന്നിട്ട് കൊടുത്ത ആ കേസിന്റെ കുറ്റപത്രത്തിൽ വിചാരണ നടത്തിയിട്ട് വിചാരണ കോടതി പറഞ്ഞത് എന്താ? ഇല്ല, ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനില്ല. ഹൈക്കോടതിയിൽ പോയി CBI അപ്പീലും കൊണ്ട് എന്താ? അന്നും UPA ആണ് ഭരിക്കുന്നത്, തള്ളിക്കളഞ്ഞു. അതിനുശേഷം CBI കൊടുത്ത അപ്പീലല്ലേ സുപ്രീം കോടതിയിലുള്ളത്, അല്ലാതെ പിണറായി വിജയനോ മറ്റാളുകളോ കൊടുത്ത അപ്പീലല്ല. പിണറായി വിജയനെയും മറ്റു പ്രതികളെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ട് CBI നിങ്ങളുടെ കാലത്ത് UPA ഭരണകാലത്ത് നടത്തിയ അന്വേഷണത്തിന്റെ മുകളിൽ വിചാരണ കോടതിയും ഹൈക്കോടതിയും എടുത്ത നിലപാടിനെതിരെ CBI കൊടുത്ത അപ്പീല. അതിൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ? നിങ്ങളല്ലേ അതിലിടപെടേണ്ടത്? നിങ്ങൾക്കല്ലേ കൂടുതൽ ചങ്ങാത്തം. നോക്ക്, നിങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ വെച്ചിട്ട് ഇതാണ് ആ കേസ്. ഇനി സോളാർ കേസ് അദ്ദേഹം പരാമർശിച്ചു. ഞങ്ങളാണ് അത് കൊടുത്തത്. പരാതിക്കാരിയായ അതിജീവിതയാണ് പറയുന്നത് CBIക്ക് വിടണം. അങ്ങനെയല്ലേ അവസാനം അത് കൊടുത്തത്. എന്നിട്ട് ഈ ലാവ്ലിൻ കേസ് വിട്ടതിനെ കുറിച്ച് ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്രത്തിൽ പറയുന്നത് എന്താ? പല സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു എന്ന. പക്ഷെ അതേ ഉമ്മൻചാണ്ടിക്ക് തന്നെയാണ് സോളാർ കേസിൽ സ്വയം അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ജുഡീഷ്യൽ കമ്മീഷനെ ഉൾപ്പെടെ വെക്കേണ്ടി വന്നത്. അപ്പൊ അതിനകത്ത് അതിന്റെ പിന്നീടുള്ള റിപ്പോർട്ട് എന്തെന്നുള്ളതല്ല, ഉമ്മൻചാണ്ടിക്ക് പോലും ജുഡീഷ്യൽ കമ്മീഷനെ വെക്കേണ്ടി വന്ന ഒരു കേസിലാണ് പരാതിക്കാരിയുടെ ആവശ്യമനുസരിച്ച് CBIക്ക് വിടാൻ നിർബന്ധിതമായിട്ടുള്ളത്. ഇതെല്ലാമായിട്ട് ചേർത്ത് വെക്കാൻ കഴിയുന്നതാണോ ഇപ്പോഴത്തെ നിലപാട്? ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞു, ഇടതുപക്ഷ ഗവൺമെന്റ് സോമോട്ടോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് CBIക്ക് വിടാനോ കേന്ദ്ര ഏജൻസിക്ക് വിടാനോ ഞങ്ങളായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല. ജെയ്സൺ പാനിക്കുളങ്ങര പറവൂരുകാരനാണ്, VD സതീശന്റെ നാട്ടിനടുത്താണ്, അവിടുന്ന് 10 കിലോമീറ്റർ ദൂരത്തിൽ നിൽക്കുന്നയാൾ. അദ്ദേഹം കഴിഞ്ഞ 2020 മുതൽ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന കേസുകൾ. അദ്ദേഹം പരാതിയുമായിട്ട് പോയത് CBI എടുത്തും ED എടുത്തും ഒക്കെയാണ്. അതിന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് വിജിലൻസിനോട് ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞു. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അതിലെന്താ ഇപ്പൊ പറയുന്നത്? ഇപ്പോ അബിൻ വർക്കി പറഞ്ഞത് ഇത് ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. എന്താ അന്ന് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ വന്ന കേസിൽ കോടതി എടുത്തിട്ടുള്ള നിലപാട്? താങ്കൾ പറഞ്ഞതുപോലെ ജെയ്സന്റെ പരാതി തള്ളിക്കളഞ്ഞതാണോ? ജെയ്സണാണ് കൊടുത്തത്, വിജിലൻസോ സ്റ്റേറ്റ് സർക്കാരോ കൊടുത്തതല്ല ഹൈക്കോടതിയിൽ. ഹൈക്കോടതിയിൽ ഈ പരാതിക്കാരനായ ജെയ്സൺ കൊടുത്തതാണ് CBI ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ വേണ്ടത്ര വേഗതയിൽ പോകുന്നില്ല എന്ന്. അതിൽ അന്ന് മണികുമാർ സിംഗ് എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് എടുത്ത നിലപാട് എന്താ? തീർപ്പാക്കുകയാണ്, ഡിസ്മിസ് ചെയ്യുകയല്ല ചെയ്തത്. തീർപ്പാക്കിയിട്ട് എന്താ പറയുന്നത്? പരാതിക്കാരൻ ആഗ്രഹിച്ചതുപോലെ അന്വേഷണ ഏജൻസികൾ പോകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിയമത്തിന്റെ വഴികൾ ഇനിയും അദ്ദേഹത്തിന് സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ ഡിസ്മിസൽ അല്ല, ഡിസ്പോസ് ചെയ്യുകയാണ്, ഈ നിലയിൽ തീർപ്പാക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൂടി ഈ കേസിൽ കാണുക. ഇനി ഇപ്പോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്ക്. ഇവിടെ വർഗീയത പറയുന്ന നിലപാടുകളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോക്ക്. മുസ്തഫ, UDF അധികാരത്തിലേക്ക് വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാകും എന്ന നിലപാട് CPM നിലപാടാണോ? ഇവിടെ മാറാടുകൾ ആവർത്തിക്കും എന്ന ഭീതി പരത്തൽ CPM നിലപാടാണോ?
അത് സംഘപരിവാർ ലൈനല്ലേ? KM ഷാജിയുടെ പ്രസംഗം എന്താ? ഈ മുസ്ലിം ഭീതി ലീഗിന്റെ ഉണ്ടാക്കൽ, സംസ്ഥാന കലാപം ഉണ്ടാവുന്ന പേടിപ്പിക്കൽ, KM ഷാജിയുടെ ഈ പറയുന്ന കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നാൽ പട്ടേൽ മുഖ്യമന്ത്രിയാകും എന്ന് പേടിപ്പിക്കൽ, അത് സംഘപരിവാർ ലൈനല്ലേ? ആ ലൈൻ എടുക്കുന്ന ഈ പറയുന്ന നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവിനോട് നിർത്തുപാല എന്ന് പറയണ്ടേ നിങ്ങൾ? അത് കേരളത്തെ ധ്രുവീകരിക്കലല്ലേ ശ്രീ മുസ്തഫ? ഹാഷ്മിയുടെ ചെവിയും കണ്ണും ഒരു വശത്തേക്ക് മാത്രമാകരുത്. നിങ്ങൾ കേൾക്കേണ്ടത് എന്തുകൊണ്ടാണ് സഖാവ് AK ബാലൻ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ പ്രതികരിക്കേണ്ടി വരുന്നത്? നിങ്ങൾ ഇവിടെ കേട്ട ശബ്ദം എന്താ? ഈ തെരഞ്ഞെടുപ്പിന്, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് മുസ്ലിം ലീഗിന്റെ മഹായോഗം, ആ യോഗത്തിൽ ശ്രീ KM ഷാജി പ്രസംഗിക്കുന്നത് എന്താ? അടുത്ത സംസ്ഥാന ഭരണം UDF-ന് ലഭിക്കണം. അത് മുസ്ലിം ലീഗിന് 4 മന്ത്രി കസേരയ്ക്ക് വേണ്ടി മാത്രമല്ല, പിന്നെയോ മുസ്ലിം സമുദായത്തിന് വേണ്ടി ഭരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി UDF അധികാരത്തിൽ എന്താണ് ഈ ആഭ്യന്തരമന്ത്രിയാവും, മാറാട് ആവർത്തിക്കും. അത് CPM നിലപാടെന്ന് പറയണോ മുസ്തഫ? മുസ്തഫ, തെരഞ്ഞെടുപ്പ് ഇന്നും നാളെയും കഴിയും. ആരെങ്കിലും ജയിക്കും, ആരെങ്കിലും തോക്കും. ഈ നാടിന്റെ സോഷ്യൽ ഫാബ്രിക്കിനെയാണ് ഈ പറയുന്ന ബാലനെ പോലെയുള്ളവർ എന്താണ് പണ്ടാരോടെ കളയുന്നത്. മുസ്തഫ ചെയ്യരുത്, അപകടമാണ്, അപകടമാണ്. ഹാഷ്മി ഇത് പറയേണ്ടത് ഇടതുപക്ഷത്തോടല്ല. ഹാഷ്മിക്ക് അങ്ങനെ സോഷ്യൽ ഫാബ്രിക് സംരക്ഷിക്കാനുള്ള തീവ്രമായ ഉത്കടമായ ആത്മാർത്ഥതയുണ്ടെങ്കിൽ പറയേണ്ടത് നാടിനെ മുടിപ്പിക്കലെന്ന് പറയണം. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ആരാണെങ്കിലും, അത് ലീഗ് ആണെങ്കിലും അത് ബാലനാണെങ്കിലും നാടിനെ കുട്ടിച്ചോറാക്കലെന്ന് പറയണം. കുഞ്ഞുകളി അല്ലത്, നാടിനെ മുടിപ്പിക്കലാണ് 10 വോട്ടിന്. ബാലൻ പറയാണെന്ന് കാസർഗോഡ് സംഘപരിവാർ എന്താണ് ഉത്തരേന്ത്യ പറഞ്ഞത്, അതിന്ന് ബാലൻ പറയാ കേരളത്തോട്. എന്തൊരു മര്യാദകളാണ് 10 വോട്ടിന് വേണ്ടിയോ? ബാലനല്ല പറഞ്ഞത് ഹാഷ്മി ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. ഈ കേരളത്തിൽ ഇതെല്ലാം ഈ സമയത്ത് ആവർത്തിച്ചു പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ നേതാക്കളാണ്. ഞാൻ അതിന്റെ ഒരു ഉദാഹരണം കൂടി പറയാം, അത് പറയാൻ കേൾക്കാൻ സന്നദ്ധമാകും. നഗരസഭയുടെ വെള്ളാപ്പള്ളി പറഞ്ഞതിന്റെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട വെള്ളാപ്പള്ളി പറയുന്നത് മൗത്ത് പീസ് ആവുന്ന എന്തിനാ? ബാലൻ വെള്ളാപ്പള്ളിയുടെ ആശയ സഹോദരനാണോ ബാലൻ? ബാലൻ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നില്ലേ? ഉത്തരവാദിത്വം ഇല്ലേ? ഒരു ബേസിക് ഉത്തരവാദിത്വം വേണ്ട നാടിനോട്. കുട്ടിച്ചോറാക്കാവോ? ഹാഷ്മി പറയുന്നത് തനി തോന്നിയാവാസമാണ്. ഞാനല്ല പറഞ്ഞത്, ബാലൻ പറഞ്ഞ തോന്നിയാവാസം. ഉത്തരവാദപ്പെട്ട ഒരു നേതാവിനെ കുറിച്ച് തുടർച്ചയായിട്ട് ഇങ്ങനെ ബാലൻ പറഞ്ഞ തോന്നിയാവാസം. ഞാൻ തോന്നിയൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കതിൽ രോഷമുണ്ട്. എന്താണ് നാട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഭിന്നമാണെന്ന് കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ. അതുകൊണ്ട് പറയുന്ന അത് രോഷമാ. തോന്നിവാസം പറഞ്ഞത് അങ്ങയുടെ നേതാവാണ് സാറേ. അല്ല, എനിക്ക് ഒരു ഫ്ലോയിൽ സംസാരിക്കാൻ സമയം തരുമോ? താങ്കൾക്ക് തീർച്ചയായിട്ടും രോഷമുണ്ടാകും. താങ്കൾക്ക് ആരുടെയെങ്കിലും മൗത്ത് പീസ് ആകണമെങ്കിൽ താങ്കൾക്ക് അത് മറ്റാരുടെ പേരിൽ ആക്ഷേപിക്കാനുണ്ടാകും. പക്ഷേ ആ ഫ്ലോ താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരം നിർത്തുകയാണ്. കാരണം അത് എൻ്റെ മാന്യതയാണ്. ഒരു ഡിബേറ്റ് ആകുമ്പോൾ അങ്ങനെ വേണം. പക്ഷെ താങ്കൾ എൻ്റെ സംസാരത്തിൽ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് മാന്യമാണോ എന്ന് താങ്കൾ ആലോചിക്കുക. ഞാൻ കൃത്യമായിട്ട് പറയുന്നു, സഖാവ് AK ബാലൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കൾ കേരളത്തിന്റെ സാമൂഹ്യ സുരക്ഷിതത്വം, കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്, അതിനുവേണ്ടി അടിയുറച്ചു നിൽക്കുന്ന ആളുകളാണ്. SFI കാലം തൊട്ട് ബാലനെ പോലുള്ള നേതാക്കൾ അങ്ങനെയാണ് വളർന്നു വന്നിട്ടുള്ളത്. ഈ കോൺഗ്രസ് KSUക്കാരന്റെ കടാരക്കുത്തിൽ തീരേണ്ട ഒരു ജീവിതമായിരുന്നു അത് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ. അവിടെ അഷറഫ് എന്ന് പറയുന്ന സഖാവാണ് രക്തസാക്ഷിയായി തീർന്നത്. ബാലിന് കിട്ടേണ്ട കുത്ത് ആള് മാറി, അത് അഷറഫിലേക്ക് പോയി. അന്ന് തൊട്ട് ഇന്നോളം ഒരായുസ് മുഴുവൻ ഈ നാട്ടിൽ ഇടതുപക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച സഖാവാണ് സഖാവ് AK ബാലൻ. അദ്ദേഹത്തെ ഒക്കെ ഇങ്ങനെ വല്ലാതെ ആക്ഷേപിക്കരുത്. ഞാൻ ആക്ഷേപിച്ചതല്ല ഇവിടെ ഈ മുസ്തഫ, ഞാൻ ആക്ഷേപിക്കുന്നതല്ല. ഇവിടെ UDF അധികാരത്തിലേക്ക് എത്തിയ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാകുമെന്നും മാറാട് ആവർത്തിക്കുമെന്നും പറയുന്നത് മര്യാദകേടാണ്, രാഷ്ട്രീയ മര്യാദകേടാണ്, പറഞ്ഞുകൂടാത്തതാണ്. ഒരു നേതാവും പറഞ്ഞുകൂടാത്തതാണ്. നാട്ടിൽ തീകോരിടലാണ്, വർഗീയത പടത്തലാണ്. ചെയ്തുകൂടാ മുസ്തഫ. അതുകൊണ്ടാണ് ഹാഷ്മി പറയുന്നത് ചെയ്തുകൂടാ. മതമാണ് പ്രശ്നം എന്ന് പ്രസംഗിച്ചുകൂടാ. ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ അത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ് എന്ന് പ്രസംഗിച്ചുകൂടാ. ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് നിസ്കരിക്കുന്ന ആളാണ്, നോമ്പ് നോക്കുന്ന ആളാണ്, ഇസ്ലാമിക മര്യാദ നോക്കിയിട്ടാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് എന്ന് പ്രസംഗിച്ചുകൂടാ. ഇതിനോടെല്ലാമാണ് പറയേണ്ടത്. അങ്ങനെയുള്ള ആളുകളോടാണ് പറയേണ്ടത്. ഈ നാട്ടിലെ മതനിരപേക്ഷതയെ തകർക്കാൻ
സംഘപരിവാറിന് കൈവെക്കുന്ന പ്രസംഗങ്ങൾ മാറാടി നാടിന്റെ മുറിവാണ്. ആ മുറിവ് കുത്തിപ്പൊളത്തി സംഘപരിവാറിന് പായ വിരിക്കല്ലേ മുസ്തഫ? മോശമാണ്. മാറാട് നിങ്ങൾ മാറാടി നാടിന്റെ മുറിവാണ്. അത് പിന്നെ കുത്തി പുണ്ണാക്കാണ്. ഈ പറയുന്ന വെള്ളാപ്പള്ളിയും ബാലനൊക്കെ ചെയ്തുകൂടാ. അവിടെ ഹാഷ്മി ഇങ്ങനെ കടന്ന് തോന്നിയവാസം പറയരുത്. മാറാട് 14 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ അവിടെ സംഘപരിവാരം, അന്ന് കേന്ദ്രഭരണം പോലും അവർക്കില്ല, അവിടെ അപ്രഖ്യാപിത ഊരുവിലക്ക് കൽപ്പിച്ചപ്പോൾ, അവിടത്തേക്ക് PK കുഞ്ഞാലിക്കുട്ടിക്ക് പ്രവേശനം പോലും നിഷേധിച്ചപ്പോൾ അവിടത്തേക്ക് പോയതാരാ? ഈ പിണറായി വിജയനാ. ശരി, അതൊക്കെ കഴിഞ്ഞ കാലമാണ്. ഞാൻ പറയുന്നതൊക്കെ കേരളത്തിന്റെ മുറിവാണ്, കഴിഞ്ഞ കാലമാണ്. മുറിവുകൾ ഉണങ്ങാനുള്ളതാണ്, അല്ലാതെ 10 വോട്ടിന് വേണ്ടി കുത്തി പൊളത്തി പുറത്തേക്കേണ്ടതല്ല മുറിവുകൾ. ഇടവേള. അബിൻ വർക്കിയും ഈ പുനർജനി പേപ്പറിന് പിന്നാലെ ഇനി എന്തൊക്കെ പേപ്പറുകൾ വരാനുണ്ടെന്ന് പറയുന്നത്, പേപ്പർ വരട്ടെ, അതിൽ ചർച്ച നടക്കട്ടെ, രാഷ്ട്രീയ ചർച്ച നടക്കട്ടെ, ഈ പറയുന്ന പകപോക്കലോ പ്രതികാര രാഷ്ട്രീയമോ ഒക്കെ ചർച്ച നടക്കട്ടെ. ആ ചർച്ചകളാണ് നടക്കേണ്ടത്. അല്ലാതെ ഈ എന്താണ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴേക്കും ഹിന്ദു മുസ്ലിം മാറാട് എന്നൊക്കെയുള്ള വർഗീയ ലൈനിൽ പ്രചരണം ഉണ്ടാവാതിരിക്കൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. 10 വോട്ടിന് വേണ്ടി ആരെങ്കിലും ആ കുഴി കുഴിച്ചാൽ ആ കുഴിയിൽ പോയി വീഴാതിരിക്കൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. അത് നാടിന്റെ ഉത്തരവാദിത്തമാണ്. അബിൻ വർക്കി. തീർച്ചയായിട്ടും അത് കേരളം നിലനിൽക്കേണ്ടതിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ സോഷ്യൽ ഫാബ്രിക് നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇതുപോലുള്ള വർഗീയ പരാമർശങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. എല്ലാവരും അത് ശ്രീ AK ബാലനെ പോലെ, തീർച്ചയായിട്ടും ശ്രീ AK ബാലനെ പോലെ CPM-ന്റെ മുതിർന്ന നേതാക്കൾ ഇന്ന് നടത്തിയ പ്രസ്താവന, ഇപ്പോൾ അദ്ദേഹം മാറാടിനെയൊക്കെ ഓർമ്മിക്കും. മാറാട് നമ്മൾ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം 2026 വന്ന് വീണ്ടും മാറാട് ഓർമ്മിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് വളരെ കൃത്യമായി അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ഇവിടെ ശ്രീ മുസ്തഫ പറയുന്നത് കേട്ടു, മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുന്നത് കേട്ടു. ഇപ്പോൾ മുസ്ലിം ലീഗിനെ കുറിച്ച് നിങ്ങൾക്ക് ഇത്രയും ആക്ഷേപം ഉണ്ടായിരുന്നിട്ടാണോ ഈ കഴിഞ്ഞ 3-4 മാസം മുമ്പ് വരെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ വന്നാൽ ഞങ്ങളിപ്പോൾ എടുക്കാൻ തയ്യാറാണെന്നും, മുസ്ലിം ലീഗ് ഈ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സെക്യുലർ പാർട്ടിയാണെന്നും, മുസ്ലിം ലീഗിൻ്റെ നിലപാടുകൾ എല്ലാം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണെന്നും, മുസ്ലിം ലീഗ് ഒരിക്കൽ ഇടതുപക്ഷവുമായി ചേർന്ന് നിന്നിട്ടുള്ളവരാണ് എന്നൊക്കെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദനും ശ്രീ കോടിയേരി ബാലകൃഷ്ണനും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതിൻ്റെ എല്ലാവിധ ന്യൂസ് റിപ്പോർട്ടുകളും ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്ര വലിയ പ്രശ്നക്കാരാണ് മുസ്ലിം ലീഗ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ചുവന്ന പരവതാനി വിരിച്ച് ഇത്രയും നാൾ കാത്തു നിന്നത് എന്നുള്ളതിന് CPM ഉത്തരം പറയേണ്ടതാണ്. ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത, ഇവിടെ ഇപ്പോൾ നമ്മൾ പണ്ട് BJP-യുടെ മാത്രം വർഗീയത കേട്ടുകൊണ്ടിരുന്നാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ CPM-ന്റെ വർഗീയത കൂടി കേൾക്കേണ്ട ഒരു ഗതികേടിലാണ് കേരളം ഉള്ളത് എന്നുള്ളിടത്താണ്. CPM എന്ന് മുതലാണ് ഇതുപോലെ ഈ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ മാറാട് എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ മുസ്ലിം അല്ലാത്ത ആളുകളെ പേടിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ അവരുടെ ഉള്ളിലൊരു ഭീതി ഉണർത്തിക്കൊണ്ട് ഇവിടെ മുസ്ലിം വിരുദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഭാഗത്തേക്ക് ഒരു ഭൂരിപക്ഷ വർഗീയ വോട്ടുകൾ നേടാനുള്ള ഒരു ശ്രമം നടത്തി തുടങ്ങുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതമല്ല പ്രശ്നം എന്ന് CPM പറയുകയാണെങ്കിൽ മതമാണ് പ്രശ്നം എന്നാ ഇല്ല. KM ഷാജിയുടെ കോഴിക്കോട് കടപ്പുറത്തെ പ്രശ്നമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്, ലൈബ്രറിയിലുണ്ട്, വേണ്ടത് കേൾപ്പിക്കാം. അല്ല, ഞാൻ അത് തന്നെയാണ് ശ്രീ ഹാഷ്മി പറഞ്ഞത്. ഇപ്പോൾ KM ഷാജിയുടെ പ്രസംഗത്തെക്കുറിച്ച് ഇവിടെ മുസ്തഫ പറഞ്ഞത് കഴിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ ഓരോരുത്തരുമായി ചുവന്ന പരവതാനി വിരിച്ച് മുസ്ലിം ലീഗിനെ ക്ഷണിക്കാൻ വേണ്ടി നിന്നത്. KM ഷാജി ഇല്ലാത്ത മുസ്ലിം ലീഗിനെ ക്ഷണിക്കാനൊന്നും അല്ലല്ലോ അവർ നിന്നത്, KM ഷാജി ഉൾപ്പെട്ട മുസ്ലിം ലീഗിനെ ക്ഷണിക്കാനല്ലേ. പിന്നെ ഞാനിപ്പോഴും ഒരു കാര്യം പറയുന്നു, ഈ പ്രാവശ്യം UDF അധികാരത്തിൽ വരേണ്ടത് അത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ്, അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ്, അത് ഈ നാട്ടിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ്, ഈ നാട്ടിൽ മതമുള്ളവനും മതമില്ലാത്തവനും വേണ്ടിയാണ്. അത് കൃത്യമായി മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഞാൻ പറയാൻ കാരണം എന്താണ്? അതിൻ്റെ കാരണം ഈ നാട്ടിൽ BJP-യും CPM-ഉം ചേർന്ന് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ നാട്ടിൽ എങ്ങനെയും വർഗീയമായി വേർതിരിച്ചുകൊണ്ട് അവരെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, മലപ്പുറവുമായി ബന്ധപ്പെട്ട് എത്രയേറെ ആരോപണങ്ങളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ആ അഭിമുഖത്തെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ആ അഭിമുഖം നടത്തിയ പേപ്പറിനെതിരെ ഒരു കേസ് കൊടുക്കാൻ ഇന്നേ വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? അതുമാത്രമല്ല, അനവധി തവണ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനെ മാത്രമായി മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വേർതിരിച്ച് കാണിച്ചുകൊണ്ട് മുസ്ലിങ്ങളെന്തോ വലിയ പ്രശ്നക്കാരാണെന്നും അവിടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വരുന്ന പണം മുഴുവൻ ISIS-ന് വേണ്ടിയിട്ടാണെന്നും ഇവിടെ നടക്കുന്നത് വലിയ തീവ്രവാദ പ്രവർത്തനമാണ് എന്നുള്ള ഖ്യാതി പരത്താൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ശ്രമിച്ച എത്രയോ പ്രസ്താവനകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ BJP-യും RSS-ഉം ശ്രമിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് പ്രസ്ഥാനക്കാർ
കേരളത്തിലെ ആ ന്യൂനപക്ഷ വിഭാഗത്തിനെ ഇവിടെ വേർതിരിച്ച് നിർത്താൻ ശ്രമിക്കുമ്പോൾ അടുത്ത തവണ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണം വരേണ്ടത് ഈ നാട്ടിലെ സോഷ്യൽ ഫാബ്രിക് പിടിച്ചു നിർത്താൻ അത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഈ നാട്ടിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം എന്താ? ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കാൻ വേണ്ടി RSSന്റെ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ അജണ്ടയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണത്. കാരണം അനാവശ്യമായ ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള ഒരു വിടവാണ്. ഇതൊക്കെ മാറ്റി നിർത്തണം എന്നുണ്ടെങ്കിൽ, ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണം വരണം, കോൺഗ്രസിന്റെ ഭരണം വരണം. ആ കോൺഗ്രസിന്റെ ഭരണം വന്നാൽ മാത്രമേ ഈ നാട്ടിലെ സോഷ്യൽ ഫാബ്രിക് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ എന്ന് ഇന്ത്യയുടെ ചരിത്രവും കേരളത്തിന്റെ ചരിത്രവും അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ പുനർജനിയോ എന്ത് പേപ്പറോ എന്ത് അഴിമതിയോ എന്തോ ചർച്ചയാവട്ടെ, നമുക്ക് ഇനിയും അത് കാണാൻ ചർച്ച ചെയ്യാം. റജി ലൂക്കോസ്, ഇവിടെ മാറാട് എന്ന് വെള്ളാപ്പള്ളി പറയുന്നത് നിഷ്കളങ്കമായി പറയുന്നതല്ല, ഭീതി ഉണ്ടാക്കാനാണ്. മാറാട് എന്ന് AK ബാലൻ പറഞ്ഞ് ചുമ്മാ പറയുന്നതല്ല, ഭീതി ഉണ്ടാക്കാനാണ്. രാഷ്ട്രീയ ഇപ്പൊ KM ഷാജി ആവട്ടെ, ബാലനാവട്ടെ, ആരും ആവട്ടെ, രാഷ്ട്രീയ ഭേദമന്യേ വർഗീയത പറഞ്ഞാൽ എടോ 10 വോട്ടിന് വേണ്ടി വർഗീയത നാടിനെ മുടിപ്പിക്കല്ലേ എന്ന് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ചേർന്ന് പറയണ്ടേ റജി ലൂക്കോസ്? അത് ആര് പറഞ്ഞാലും അതിനോട് ഞാൻ 100% യോജിക്കുന്ന ആളാണ്. എൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്, ചർച്ചകളിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഏത് രാഷ്ട്രീയ കക്ഷിയുടെ നേതാവായാലും വർഗീയത പറഞ്ഞ് ഭിന്നിപ്പിക്കുക എന്നൊന്നും സമ്മതിക്കത്തില്ല. പക്ഷെ എന്നെ അവിശ്വസനീയമായ വിധം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഈ ചർച്ചയിലുണ്ടായി. അതായത് CPM-നെ കരിവാരിത്തേക്കാനായിട്ടും CPM-ന്റെ മുഖത്ത് മുസ്ലിം വിരുദ്ധത പടർത്തി CPM-നെ ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയായിട്ട് ശ്രമിക്കുന്നവരോട് എനിക്കൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ദയവായിട്ട് കഴിഞ്ഞ 48 ദിവസങ്ങൾക്ക് മുമ്പ് 2 തവണ കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് MLA ആയ ഒരു മനുഷ്യൻ, മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നും ഇവിടെ ആവർത്തിക്കപ്പെട്ട് പറഞ്ഞു, മതമാണ് പ്രശ്നമുള്ളവരും, ഞാനത് മാറ്റിവെക്കുന്നു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞാണ് ഏറ്റവും ഗുരുതരം. അദ്ദേഹം പറഞ്ഞതെന്ന് അറിയോ, ഞങ്ങളൊരു രാഷ്ട്രീയ കക്ഷിയേക്കാൾ ഉപരിയായിട്ട്, ഒരു മതേതര കക്ഷിയേക്കാൾ ഉപരിയായിട്ട് ഞങ്ങളൊരു സമുദായ പാർട്ടി എന്ന് പറഞ്ഞാലെന്നറിയോ? KM ഷാജിയാണ് കോഴിക്കോട് നടന്നൊരു ഒരു മീറ്റിംഗിൽ പറഞ്ഞത്, ഞങ്ങളൊരു സമുദായ പാർട്ടിയാണെന്ന്. സത്യത്തിൽ മതേതര മുസ്ലിമിന് പോലും അപമാനമല്ലായിരുന്നോ ആ ഒരു പ്രസ്താവന? ഞങ്ങളാണോ പറഞ്ഞത് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതേതര പാർട്ടി അല്ല എന്ന് പറഞ്ഞത്? അത് വിളിച്ചു പറഞ്ഞ ആൾ സാക്ഷാൽ KM ഷാജി അല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ അതിനെതിരെ ചർച്ച ചെയ്യുന്നില്ല? അന്ന് ചർച്ച ചെയ്താ സാറേ. ഒറ്റ ചോദ്യം എനിക്കുള്ളത്, KM ഷാജി മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ ദിവസത്തെ ചർച്ച എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. നമുക്കങ്ങനെ അതിൽ സെലക്റ്റീവ് ഒന്നുമില്ല. ആര് വർഗീയത പറഞ്ഞാലും അത് നാടിനെ മുടിപ്പിക്കാനാണെന്നും 10 വോട്ടിന് വേണ്ടി 10 വർഗീയത പറഞ്ഞാൽ ചില വോട്ട് കിട്ടുമായിരിക്കും. നാടാണ് ആത്യന്തികമായി മുടിഞ്ഞു പോകുന്നത് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് പറയുന്നത്. അത് ഷാജി ആണെങ്കിലും ബാലനാണെങ്കിലും. തിരികെ ഇടവേളയ്ക്ക് ശേഷം വിമാനത്തിന് മുമ്പ് മുസ്തഫ നേരത്തെ കാണിച്ചു. മുസ്തഫ, ഞാൻ നേരത്തെ രോഷപ്പെട്ടത് ഏതെങ്കിലും തരത്തിൽ വ്യക്തിവിരോധത്തുള്ള രോഷപ്പെടലല്ല. എന്ന് പറഞ്ഞാൽ സെക്കുലറിസം മുഖമുദ്രയാക്കിയ ഒരു പാർട്ടിയുടെ ഏറ്റവും തലമുതിർന്ന നേതാവ് പറഞ്ഞുകൂടാത്ത വാക്കുകൾ വന്നപ്പോൾ ഉണ്ടായ രോഷമാണ്. താങ്കൾ പറഞ്ഞോളൂ. അല്ല, ഞാൻ ശ്രീ അബിൻ വർക്കി പറഞ്ഞ ഒരു കാര്യമാണ്, CPIM മുസ്ലിം ലീഗിനെ ക്ഷണിച്ചിട്ടില്ല മുന്നണിയിലേക്ക്, അങ്ങനെ ഒരു പരവതാനിയും വിരിച്ചിട്ടില്ല. CPIM മുസ്ലിം ലീഗിനെ കുറിച്ച് നേരത്തെ വിലയിരുത്തിയ ഒരു നിലപാടുണ്ട്. പക്ഷെ സമീപകാലത്ത് പ്രത്യേകിച്ച് ഈ സാദിഖ് അലി തങ്ങൾ നേതൃത്വത്തിൽ വന്നതിന് ശേഷം മുസ്ലിം ലീഗിൻ്റെ രീതിയിലും നിലപാടുകളിലുമുള്ള മാറ്റം നമ്മൾ സോഫിയ ഹാഗിയ വിവാദത്തിലുള്ള ലേഖനം ഉൾപ്പെടെ ശ്രദ്ധിക്കും. അത് ശ്രദ്ധിച്ചാൽ മതി എങ്ങനെയാണ് KM ഷാജിമാർക്ക് അങ്ങനെ ഒരു കളമൊരുങ്ങുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അതിനെക്കുറിച്ചാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. ആ വിമർശനത്തെ നിങ്ങൾ വർഗീയമായിട്ട് ചിത്രീകരിക്കരുത്. ലീഗിൻ്റെ നിലപാടുകളിൽ വരുന്ന മാറ്റം, അവർ വർഗീയമാകുന്നതിനെ കുറിച്ചുള്ള വിമർശനമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഈ വിമർശനം ഞങ്ങൾ മാത്രം പറഞ്ഞതല്ല അബിൻ വർക്കി. നിങ്ങളുടെ ഭരണകാലത്ത്, UDF ഭരണകാലത്ത് 5ാം മന്ത്രി വിവാദം ലീഗിന് നൽകുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് 33 സ്കൂളുകൾ ഒറ്റയടിക്ക് എയ്ഡഡാക്കി മാറ്റിയത് ശ്രീ VD സതീശൻ അന്ന് നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ ഞാനിപ്പോ അബിൻ വർക്കിക്ക് അയച്ചു തരാം. എന്താണ് അദ്ദേഹം പറഞ്ഞത്, എങ്ങനെയാണ് മുസ്ലിം ലീഗ് കൂടുതൽ വർഗീയമായി കൊണ്ടിരിക്കുന്നത് എന്ന് 2015 VD സതീശൻ നടത്തിയ പ്രസംഗം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ലീഗ് അങ്ങനെ മാറുന്നതിന്റെ പ്രശ്നമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാണ് ഞാൻ ആഷ്മിയോട് പറഞ്ഞിട്ടുള്ളത്. അല്ലല്ല, ഈ പറഞ്ഞ മുസ്തഫ ഹാഗിയ സോഫിക്കൊക്കെ ശേഷം EP ജയരാജൻ വളരെ ഭംഗിയായ മുസ്ലിം ലീഗ് ഗംഭീരമാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പോട്ടെ, നമുക്ക് അതിൽ സമയമില്ല. സെൻ ശ്രീകുമാർ, ദൗർഭാഗ്യവശാൽ ഇതിന്റെ എനിക്ക് അവസരം തരുവാണെങ്കിൽ ഞാൻ തന്നെ പറയാം. ഗോവിന്ദൻ പറഞ്ഞ പ്രസ്താവന ഞാൻ അയച്ചു തരാം. സാദിഖ് അലി തങ്ങൾ വന്നതിന് ശേഷം MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന ഞാൻ അയച്ചു തരാം. സാദിഖ് അലി തങ്ങൾ വന്നതിന് ശേഷം MV ഗോവിന്ദൻ പറഞ്ഞു, മുസ്ലിം ലീഗ് ഒരു സെക്യുലർ പാർട്ടിയാണ്, മുസ്ലിം ലീഗ് ഞങ്ങളുടെ കൂടെ നിന്ന പാർട്ടിയാണ്, മുസ്ലിം ലീഗിന് UDF-ൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന മറ്റു പലയിടത്തുമാണ് കിട്ടാൻ സാധ്യതയുള്ളത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചുവന്ന പരവതാനി വിരിച്ചത് നിങ്ങളാണ്.
അതിനകത്ത് എന്താ സംശയം? ഞാൻ അയച്ചു തരാമല്ലോ. ഇത് കേരളത്തിലെ പൊതുസമക്ഷം ഉള്ള രേഖകളല്ലേ, അല്ലെങ്കിൽ പത്ര റിപ്പോർട്ടുകളല്ലേ? അത് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ല പറഞ്ഞിട്ടുള്ള എം പി പറഞ്ഞിട്ടുള്ള അല്ലേ? നിങ്ങൾ പറഞ്ഞതാണ് 2023 24 പറഞ്ഞിട്ടുണ്ട്. ലീഗിനെ കുറിച്ച് പറഞ്ഞ ആദ്യത്തെ വാചകങ്ങൾ ശരിയാണ്. എന്നാൽ LDFിലേക്ക് ക്ഷണിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞ എന്താ, ലീഗ് ഇപ്പൊ അപ്പുറത്ത് നിൽക്കുകയാണ്, ലീഗ് അപ്പുറത്ത് നിൽക്കുകയാണ്, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഇത് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുള്ള അങ്ങനെ തന്നെയാണ്. LDF എടുക്കാമെന്ന് ഇവിടെ ആത്യന്തികമായി എന്ത് പുനർജനം പറഞ്ഞാലും, ആത്യന്തികം എന്ത് രാഷ്ട്രീയം പറഞ്ഞാലും, ഏറ്റവും ഒടുവിൽ ദൗർഭാഗ്യവശാൽ നമ്മുടെ ചർച്ച കൊണ്ട് പോകാൻ പോകുന്ന വഴി എന്താണെന്ന് ഇതിനോടകം വ്യക്തമാവുന്നുണ്ട്. അത് കമ്മ്യൂണൽ ലൈനിലെ ചർച്ച അവസാനം പോകും. ശ്രീകുമാർ, നാടിന് നല്ലതുമല്ല, കഷ്ടമാണ്. നോക്കൂ, ഹാഷ്മി പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഇത് CPMൻ്റെ പുതിയ ലൈനല്ലല്ലോ. കാരണം CPM ഒരു ദേശീയ പാർട്ടിയാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് സംസ്ഥാനത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്. നോക്കൂ, കുറച്ചു കാലം മുമ്പ് KPCC പ്രസിഡന്റ് ആരാണെന്ന് തീരുമാനിക്കുന്ന മുസ്ലിം ലീഗാണെന്ന് അവർ പറഞ്ഞില്ലേ മുഖ്യമന്ത്രി? അതിനുശേഷം സമസ്തയുടെ വിഷയത്തിൽ സമസ്തയെ രണ്ടായി കണ്ട് ഒരു വിഭാഗത്തെ മാത്രം ചർച്ചയ്ക്ക് ക്ഷണിച്ച ഒരു മുഖ്യമന്ത്രി, ഒരു CPM മുഖ്യമന്ത്രി നമ്മൾ കണ്ടതല്ലേ? അതിനുശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് RSSുമായിട്ടും ഞങ്ങൾ കൂട്ടുകൂടിയിട്ടുണ്ട് എന്ന് ശ്രീ MV ഗോവിന്ദൻ CPM സെക്രട്ടറി എന്തുകൊണ്ടാണ് പറഞ്ഞത്? കാരണം അവിടെ BJP ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതുമായി ബന്ധപ്പെട്ടൊരു സംശയം അവർ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അവരുടെ ഹിന്ദു വോട്ട് ലക്ഷ്യമിട്ടിട്ടല്ലേ അത്? ഇനി അത് മാത്രമല്ല, CPMും BJPയും ഒരുപോലെ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസംഗങ്ങളെ ഇഷ്ടപ്പെടുന്നത്? അതിപ്പോൾ പുതിയൊരു തീരുമാനമല്ലേ? അപ്പോൾ ഭരണസുഖത്തിലെ, ഭരണത്തിൻ്റെ ആലസ്യത്തിലെ ഇവരുടെ വിപ്ലവാത്മകമായ പല നയങ്ങളും മറന്നുപോവുകയാണ്. ഞാൻ അവരെ കുറ്റം പറയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ അല്ല പറയട്ടെ അതാണ് ഒരു ടീം UDF എന്നും ടീം കോൺഗ്രസ് എന്നും VD സതീശനും KPCC പ്രസിഡന്റൊക്കെ പറയുമ്പോൾ ഒരു ടീം LDF എന്ന് ഇവർക്ക് പറയാത്ത അതുകൊണ്ടാണ് CPI പറയുന്നത് യഥാർത്ഥ ഇടതുപക്ഷം തിരുത്താൻ തയ്യാറാവണം. ബിനോയ് വിശ്വം പറഞ്ഞത് അതുകൊണ്ടാണ്. ബിനോയ് വിശ്വം പറഞ്ഞത് യഥാർത്ഥ ഇടതുപക്ഷം ഈ ജനവിധിക്ക് മുമ്പിൽ തലകുനിക്കുന്നതെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പക്ഷേ ഇപ്പുറത്തവർ പറയുന്നില്ല. എന്നിട്ട് പകരം പറയുന്നത് എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കാര്യം ഇപ്പുറത്ത് ഇവർ പറയുമ്പോൾ തന്നെ അതെല്ലാം പലവട്ടം ചർച്ച ചെയ്താണ്. പക്ഷേ ഇത് ജനം വിശ്വസിക്കാത്തതുകൊണ്ടാണ് കേരളം രക്ഷപ്പെട്ടു പോകുന്നത്. കാരണം CPMൻ്റെ ഒരു നയം, അത് അവരുടെ മതത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ വർഗീയ നിലപാടുകളെക്കുറിച്ചുള്ള വർഗീയ ചിന്താഗതികൾക്കെതിരെയായുള്ള CPMൻ്റെ പഴയ നിലപാടുകൾ മാറ്റിക്കൊണ്ടുള്ള അവരുടെ ഭരണസുഖം ആസ്വദിച്ചുകൊണ്ടുള്ള പുതിയ നിലപാടിലേക്ക് വരുമ്പോൾ അത് ജനത്തിന് മനസ്സിലായി. അതുകൊണ്ട് ജനങ്ങളത് കാര്യമായിട്ട് എടുക്കില്ല. അതുകൊണ്ടാണ് ടീം LDF എന്നവർക്ക് പറയാൻ പറ്റാത്ത. അതുകൊണ്ടാണ് CPI എന്തുകൊണ്ടാണ് ഇതിനെ അംഗീകരിക്കാത്ത? എന്തുകൊണ്ടാണ്? ഇപ്പോൾ പ്രകാശ് ജാവദേക്കർ വെള്ളാപ്പള്ളി നടേശനെ കഴിഞ്ഞ ദിവസം പോയി കണ്ടു. അതിന് മുമ്പ് ഒരു ദിവസം മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി. ഈ ഒരു സമീപനം എന്തുകൊണ്ടാണ് BJPക്ക് CPM ഇങ്ങോട്ട് സമീപനം വരാൻ കാരണം? എന്തുകൊണ്ടാണ്? അവരെ കേരളത്തിൽ BJP CPM ആഗ്രഹിക്കുന്നത് എന്താണ്? കോൺഗ്രസിനെ ഇല്ലാതാക്കുക. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം BJP അധികാരത്തിൽ വരില്ല എങ്കിൽ പിന്നെ അധികാരത്തിലുള്ള സ്റ്റെപ്പ് അവർ നോക്കും. അത് അവർ അയ്യപ്പ സംഗമം നടത്തി NSSനെ പ്രീണിപ്പിച്ചു, വെള്ളാപ്പള്ളി നടേശനെ പ്രീണിപ്പിച്ച് SNDPയെ കൈക്കലാക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിനെതിരെ പല രീതിയിൽ അവർ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ അന്തിമ റിസൾട്ട് ഇവർക്കെതിരാണ്. കാരണം എന്താണ്? CPMനെ കുറിച്ച്, അവരുടെ നയങ്ങളെക്കുറിച്ച്, നയവ്യതിയാനത്തെക്കുറിച്ച് ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ CPM എന്തു പറഞ്ഞാലും ശരി, അത് വിശ്വാസം എടുക്കുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല. വർക്കൗട്ടായില്ല. കഴിഞ്ഞ പാലക്കാട് ബൈലക്ഷൻ പറഞ്ഞു വർക്കൗട്ടായില്ല. നിലമ്പൂര് പറഞ്ഞു വർക്കൗട്ടായില്ല. തദ്ദേശത്തിൽ പറഞ്ഞു വർക്കൗട്ടായില്ല. ആ വർക്കൗട്ടായാൽ ഡോസ് കൂട്ടി മാറാടൂടെ ചേർക്കണം അതിൻ്റെ കൂടെ. അല്ല, അത് പറയുന്നതിന് ഒരു ഒറ്റ വാചകത്തിലൊരു കാര്യം പറയാറുണ്ടോ? നിങ്ങളിവിടെ സാദിഖ് ശിഹാബ് നമ്മളെ മതേതരവാദി എന്ന് വെളുപ്പിക്കരുത്, തെറ്റാ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തുർക്കിയിലെ ക്രിസ്ത്യൻ ദേവാലയം എർദോഗാൻ എന്ന് പറയുന്ന ഭീകര ഭരണാധികാരി പിടിച്ചെടുത്ത് മുസ്ലിം പള്ളി ആക്കിയപ്പോൾ അവിടെ സന്ദർശിച്ചിട്ട് ആ നടപടി ശരിയെന്നും പറഞ്ഞ് ചന്ദ്രിക ലേഖനം എഴുതിയ വ്യക്തിയാണ്. ന്യൂനപക്ഷ സമുദായത്തിനെ അദ്ദേഹം വേദനിപ്പിച്ചു. അതുകൊണ്ട് ആ മുഖംമൂടിയൊന്നും വലിച്ചിറങ്ങിയത് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി പണ്ട് CPM വോട്ട് വാങ്ങി. അന്ന് ജമാഅത്തെ ഇസ്ലാമി നല്ല ആൾക്കാർ. ജമാഅത്തെ ഇസ്ലാമി UDFന് പിന്തുണ പ്രഖ്യാപിച്ചു. അന്ന് മുതൽ ജമാഅത്തെ ഇസ്ലാമി ഭീകരവാദികൾ. ലീഗ് അപ്പുറത്ത് നിന്നാൽ ഭീകരവാദികൾ, ഇപ്പുറത്ത് വന്നാൽ മതേതരവാദികൾ. അങ്ങനെയുണ്ടോ നിലപാട് റജി ലൂക്കോസ്? അല്ല, ഹാഷ്മിയെ പോലെ ഒരാൾ അങ്ങനെ പറയരുത്. കാരണം മൗദൂദി എഴുതി വെച്ചിരിക്കുന്ന മൗദൂദിയുടെ നയവും ലോകം മുഴുവൻ ഒന്നേ ഉള്ളൂ. ഞങ്ങൾ മതേതരത്തിൽ അല്ല, ഞങ്ങൾ വേണ്ടത് മതരാഷ്ട്രമാണ്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല. അതിന്റെ തനിപ്പകർപ്പല്ലേ ബംഗ്ലാദേശ്. അവരുടെ വോട്ട് എത്ര തവണ CPM മേടിച്ചു? ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുന്നത്. റജി ലൂക്കോസ്, അവരുടെ വോട്ട് എത്ര തവണ CPM മേടിച്ചു? അതിനെ അഭിനന്ദിച്ചുകൊണ്ട് ദേശാഭിമാനി മുഖപത്രം എഴുതി. മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടിക്കാഴ്ച നടത്തി. കാര്യം പിണറായി വിജയൻ തുറന്ന് സമ്മതിച്ചു.
അപ്പൊ അന്നൊന്നും ഈ പറഞ്ഞ മൗദൂദി പ്രശ്നം അവർക്ക് ഉണ്ടായിരുന്നില്ലേ? ഇപ്പോഴാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. അല്ല ഇത് ആൾക്കാർ കാണുന്നതല്ലേ റജി ലൂക്കോസ് ഒക്കെ? അല്ല, നിങ്ങൾ ആ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ മുഴുവൻ വായിച്ചോ? മൊത്തം വായിച്ചാ? അറ്റവും മുറിയും വായിച്ചോണ്ട് അറ്റം മുറിയൊന്നുമല്ല, മൊത്തം വായിച്ചാ? കേരളത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ ശ്ലാഘിച്ചെഴുതിയ ഒറ്റ മുഖപത്രമേ ഉള്ളൂ, അത് ദേശാഭിമാനിയാ. വർഗീയത പടർത്തുന്നതിനെ നിങ്ങൾ ന്യായീകരിക്കുന്ന എന്ത് ഭാഷ്യത്തിലാ? ജമാഅത്തെ ഇസ്ലാമി ശ്ലാഘിച്ച് കേരളത്തിൽ മുഖപ്രസംഗം എഴുതിയ ഒറ്റ പത്രമേ ഉള്ളൂ, അത് CPM-ന്റെ മുഖപത്രമാണ് ദേശാഭിമാനി. ശ്രദ്ധേയമായ 2 തീരുമാനങ്ങൾ ഞാൻ അയച്ചു തരാം, അങ്ങേക്ക് വായിച്ചു നോക്കണം. നിങ്ങൾ പണ്ടൊരു നിങ്ങളൊരു അതൊക്കെ എൻ്റെ ഉള്ള സാധനം ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. എൻ്റെ ഉണ്ട്. ഞാൻ ആഷ്മിക്ക് ഇപ്പൊ തന്നെ അയച്ചു തരാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയോ, നിങ്ങൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രൂപപ്പെട്ട ജനതാ പാർട്ടിയിൽ ഒപ്പമുണ്ടായി ജനാധിപത്യത്തെ തിരിച്ചു പിടിക്കാൻ ഒരു ശ്രമം നടത്തിയ ഇടതുപക്ഷത്തെ നിങ്ങൾ അന്ന് പോലും പറയുന്ന ചില വാക്കുകളുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ രാജ്യത്തെ ജനാധിപത്യമാണ് മുന്നിൽ നിർത്തുന്നത്, അല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ. ശരി, ഓക്കെ, പല ചർച്ചകൾ നടക്കട്ടെ. പുനർജനിയോ അഴിമതിയോ അഴിമതി വിരുദ്ധതയോ രാഷ്ട്രീയമോ അല്ലാത്തൊക്കെ ചർച്ചയാവട്ടെ, കാര്യം തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. പക്ഷെ നാടിനെ കുട്ടിച്ചോറാക്കാൻ 10 വോട്ടിന് വേണ്ടി ദയവേത് പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ വർഗീയത പറയരുത്. തെറ്റാണ്, അതിന്റെ കേട് വരും തലമുറയ്ക്കാണ്. എൻകൗണ്ടർ പൂർണ്ണമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി.